ഇന്ന് വന്നത്. ഉസ്താദിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട നാസർ ക സലാല, മൂപ്പരുടെ നിർബന്ധമാണ് മൂപ്പർ ഈ പരിപാടിക്ക് ഇന്ന് മുത്താർപിടികയിൽ വന്നത്. അപ്പോൾ KMCയുടെ എല്ലാ അഭിനന്ദനങ്ങളും ഉസ്താദിന് നേർന്നുകൊണ്ട് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعيذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിന്റെ ആധ്യക്ഷ്യം പ്രിയങ്കരനായ സുഹൃത്ത്, ഇതിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അതോടൊപ്പം KMCയുടെ അഭ്യുദയകാംക്ഷികളും അതിൻ്റെ മറ്റ് ഭാരവാഹികളുമായിട്ടുള്ള വേദിയിലിരിക്കുന്ന വളരെ പ്രധാനികളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഈ ഒരു മുത്താരപ്പീടിക എന്ന് പറയുന്ന പ്രദേശത്തെ മഹല്ലുകളിലെ പ്രിയപ്പെട്ട കാരണവന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ KMC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മളൊക്കെ കേട്ട് ശീലമുള്ള, ഖത്തറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പ്രസ്ഥാനം വളരെ ചിന്തോദീപമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 15 ദിവസം മുമ്പാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. നീണി പ്രദേശത്ത് നിന്ന് ഒരുപാട് വിളികൾ എനിക്ക് വരാറുണ്ട്. പരമാവധി ഞാൻ വരാതിരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. കാരണം അങ്ങനെ ഇങ്ങോട്ട് ഒരുപാട് ദൂരവും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ സമയം വിദേശത്തുമൊക്കെ ആയതുകൊണ്ട് പരിപാടികൾ അധികമൊന്നും പങ്കെടുക്കാൻ സാധിക്കാറില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് സലാലയിലുള്ള നാസർക്ക. ഇവിടെ പെരിങ്ങത്തൂർ പ്രദേശത്തുകാരനാണ്. ഒമാനിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ കടലിലേക്കും കരയിലേക്കും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നൊരു പ്രിയങ്കരനായ സുഹൃത്ത് എന്ന നിലയ്ക്ക് അതാര് ചെന്നാലും അങ്ങനെയാണ്. സലാലയിൽ പാണക്കാട്ടുമാര് ചെന്നാലും അദ്ദേഹമാണ് ഡീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി പിന്നെ ഇവിടുത്തെ പ്രസിഡന്റിന്റെയും നിരന്തരമായ ഒരു പിന്നാലെക്കൂടലാണ് സത്യത്തിൽ ഇന്നിവിടെ എത്താനുള്ളൊരു കാരണം. പരിപാടിക്ക് വരാത്തത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, പിന്നെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആയിട്ടുള്ള മെന്ററിംഗ് ഉണ്ട്, വിദേശ രാജ്യത്ത് കുറച്ച് ഏർപ്പാടുകളുണ്ട്. എല്ലാം കൂടി നോക്കി നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് പ്രസംഗത്തിന്റെ ദിവസങ്ങളൊന്ന് കുറച്ചത്. 15 ദിവസം പുറത്താണ്, 15 ദിവസം ഇവിടെയാണ് ഒരു മാസത്തിൽ.
അതിൽ 5 ദിവസം മാത്രമേ പരിപാടിക്ക് പോകാറുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് സാധിക്കില്ല എന്ന് ആദ്യമൊക്കെ പറഞ്ഞതെങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ഇവിടെ എത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ പൂറ്റില്ലമാണ്, വളർത്തില്ലമാണ്. ഈ പ്രദേശം വിശുദ്ധ റമദാന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടിയത്, അതിന് ഇവിടെയുള്ള ഖത്തറിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ സംഘടനയും അതിനൊരു കാരണമായത് നമ്മളെല്ലാവരും അല്ലാഹുവിനെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗം ഒരു പ്രസംഗമായി കൊണ്ടുപോകാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക എന്നതായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ റിത്തമിലേക്ക് കയറാത്തത്. സാധാരണ തെക്ക് ഭാഗത്ത് പോയാൽ നമ്മൾ മലബാറുകാരെ കുറിച്ച് പറയാറുള്ളൊരു വാർത്തയാണ്, പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചായയും കടിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും മലബാറിൽ. തെക്ക് ഭാഗത്തൊക്കെ ഒന്നെങ്കിൽ കയറുമ്പോൾ കുടിക്കുക, അല്ലെങ്കിൽ പോകുമ്പോൾ കുടിക്കുക എന്നുള്ളത്. ഇരിക്കുന്ന സമയത്ത് അവരിതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. കാരണം മനുഷ്യന്മാർക്ക് 2 കാര്യം കൂടി ഒരേപോലെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാൻ, വീട്ടിൽ പോയിട്ട് ചുമരിൽ ഇങ്ങനെ എട്ടിടുക, അതോടൊപ്പം വലത്തോട്ട് കാല് ചുഴറ്റുകയും ചെയ്യുക. നേരം കൊടുത്ത് വൈകുന്നേരം വരെ ചെയ്താലും രണ്ടും കൂടി ഒന്നിച്ച് ക്ലിയർ ആവില്ല. ഒന്നുകിൽ 8 ശരിയാവും, അല്ലെങ്കിൽ കറക്കം ശരിയാവും. കറക്കവും 8ഉം കൂടി ശരിയാവില്ല. വേണമെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് ചെയ്തു നോക്കാൻ ഒരു സൈക്കോളജിയുടെ ഒരു മെത്തേഡ് പറഞ്ഞത്. ഇതേപോലെ നമ്മൾ സദസ്സിൽ പാലിക്കേണ്ടുന്ന മര്യാദകളിൽ പെട്ടതാണ്. എന്റെ സദസ്സിൽ നിങ്ങൾ പാലിക്കണം നമ്മൾ ശാഠ്യം പിടിക്കുന്നില്ല, പക്ഷേ പൊതുവെ ആളുകളുടെ ഒരു സാംസ്കാരിക പൈതൃകമാണ് ഭക്ഷണം കഴിച്ചിട്ട് കയറുക, അല്ലെങ്കിൽ പോകുമ്പോൾ കഴിക്കുക എന്നുള്ളത്. അതിനിടയ്ക്ക് വെള്ളമാകാം, കാര്യങ്ങളൊക്കെ ആവാം. ഏതായാലും നമ്മൾ ഇവർ നല്ല ആതിഥേയരായതുകൊണ്ട് നമുക്കത് തന്നു, നമ്മളത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നടക്കട്ടെ. ഇതിൽ എനിക്കൊരു അസൂയുണ്ട്, കാരണം എനിക്ക് കുടിക്കാൻ പറ്റൂലല്ലോ. നിങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഒന്ന് നേരെ തുടങ്ങി. ഏതായിരുന്നാലും ശരി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് ഒരു ജീവിത യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം വളരെ പെർഫെക്റ്റായി കൊണ്ടുപോകുന്ന നല്ലൊരു വിശ്വാസിയായി തീരുക എന്നതാണ് ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്, ജീവിതത്തിന്റെ സന്ദേശമാണ് എന്നിൽ അർപ്പിതമായ ഒരു ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഈ റമദാന് മുമ്പ് നിങ്ങളതിന്റെ അറബിയിൽ കൊടുത്തുള്ള ടൈറ്റിൽ മർഹബൻ യാ ഷഹ്ർ റമദാൻ എന്നാണ്. പരിശുദ്ധ റമദാന് സ്വാഗതം. റമദാൻ കുറച്ച് ആഴമേറിയൊരു പദമാണ്. വിശദമാക്കപ്പെട്ട ദീനില് പെരിഫറൽ ലെവലിലുള്ള കുറെ ചർച്ചകളുണ്ട്, ഇൻഡെപ്ത് ലെവൽ ചർച്ചയുണ്ട്. പെരിഫറൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപോത്ബലകമായി, അല്ലെങ്കിൽ അതിന്റെ ഉപരിപ്ലവമായി, ഉപോത്ബലകമല്ല ഉപരിപ്ലവമായ ചർച്ചകളാണ്. ഫോർ എക്സാമ്പിൾ, ഖുർആൻ നമ്മൾ ഓതി തീർക്കുക, അതൊരു ഉപരിപ്ലവമാണ്. ഖുർആന്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ ആഴയിലേക്ക് പോവുക എന്നത് അതിന്റെ ആഴമേറിയ ചർച്ചകളാണ്. നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഖുർആൻ ഓതി തീർക്കുന്നുണ്ടാകും, ഓതി തീർത്താലും അതിന്റെ പ്രതിഫലമൊക്കെ ഉണ്ട്. പക്ഷെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു ഖത്തം അഥവാ 30 ജുസും ഒന്നിച്ച് ഓതി തീർക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടത് ഒരു ആയത്തിലെങ്കിലും അന്തസത്ത മനസ്സിലാക്കുക എന്നാണ്. അഥവാ ചിലപ്പോൾ ഇതിൽ തന്നെ 100 ഖത്തം 200 ഖത്തൊക്കെ തീർത്ത ആൾക്കാരുണ്ടാവും. എന്റെ ഉമ്മ അങ്ങനത്തെ ഒരാളായിരുന്നു. പാവം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയൊരു വലിയ പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹു എല്ലാവരുടെയും, എന്റെ ഉമ്മയുടെയും നിങ്ങളുടെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എന്റെ ഉമ്മ ഏകദേശം എന്റെ നാട്ടുകാരെന്നെ പറയാറുണ്ടായി, ഒരു 4 ദിവസം 5 ദിവസം മാക്സിമം ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു ഖത്തം തീർക്കും. അപ്പൊ എത്ര ഖത്തം തീർത്തിട്ടുണ്ടാവും ജീവിതത്തിൽ? പക്ഷെ ഫാത്തിഹയുടെ പോലും അർത്ഥം അറിയുമായിരുന്നോ എന്നൊരു ചോദ്യം അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ ആഴയിലേക്ക് പോവുക. ഇപ്പൊ ഉദാഹരണത്തിന്
ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ എന്ന് പറഞ്ഞാട്ടെ? ഏതാണ്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അതിന്റെ പ്രത്യേകത എന്താ? അതിന് പ്രത്യേകത പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും പ്രത്യേകത ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കാറുള്ളത് മീമില്ലാത്ത സൂറത്ത് എന്നാണ്, അല്ലെ? മീമില്ലാത്ത സൂറത്ത്. എന്നാൽ അതിന്റെ അപ്പുറത്തേക്കും ചില ചർച്ചകളുണ്ട്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്തിലെ, അതാണ് കുറച്ച് ആഴത്തിലേക്ക് പോകാന്നുള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇന്നങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കാം. കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ് എന്നോട് തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സമസ്തയിലൊരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഉസ്താദ് പറഞ്ഞത്. നമ്മൾ ഒന്നിച്ച് ഖത്തറിലേക്ക് ഒരു പരിപാടിക്ക് പോയത്. ഞാൻ പറയുന്നത് ഞാൻ ചർച്ച ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടല്ല, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. പിന്നെ അഅ്തൈനാക്കൽ കൗസർ ഞാൻ പറയുന്നത് പെരിഫറലായിട്ട് നമ്മൾ സംസാരിച്ച് പോകണോ, അതോ നമുക്കൊന്നും കൂടി ശുദ്ധീകരിക്കാൻ ആഴമേറിയ ചർച്ചകൾ വേണമെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമോ എന്നൊരു ചിന്തയുണ്ടാവും. ഞാനും ഒരു സാധാരണക്കാരനാണ്. ഈ ലോകത്തിൽ തലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം എന്നാണ്. അവിടെ തലബൽ ഇൽമു ഫരീളത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർളാക്കപ്പെട്ടതാണ് ഇൽമിനെ തേടൽ, ജ്ഞാനമുണ്ടാവുക, അതിന് തേടി നടക്കുക. തലബ് എന്നാണ്, പഠിക്കുക എന്നല്ല. തലബ് എന്ന് പറഞ്ഞാൽ തേടി തേടി പുറപ്പെടലാണ്. അതുകൊണ്ടാണ് റഷ്യയിലെ ബുഖാറ എന്ന് പറയുന്ന സ്ഥലം, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ ബുഖാറയിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ളത്. അത് റഷ്യയിലാണ് സ്ഥലം. ആ ബുഖാറയിൽ നിന്നാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഞ്ചരിച്ചത്. ഖുർആൻ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ദീനീ ഗ്രന്ഥം അത് സഹീഹ് ബുഖാരിയാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിക്കുകയും അങ്ങേയറ്റം വിശ്വാസയോഗ്യമായത് മാത്രം സ്വീകരിക്കുകയും ചെയ്തു. അത് സഞ്ചാരം കൊണ്ടാണ്. തലബ് എന്നുള്ള വാക്കാണ്, നമ്മളത് തേടി പുറപ്പെടലാണ്. അപ്പൊ തലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, തലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഈ പറയുന്ന ദീനിന്റെ ഇൽമിനെ തേടൽ, അത് അന്വേഷിച്ച് നടക്കൽ, അത് കിട്ടുന്നിടത്ത് വരെ സഞ്ചരിക്കൽ ഫറളാണെന്നാണ്, നിർബന്ധമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അത് നിങ്ങൾ എണ്ണി നോക്കി വീട്ടിൽ പോയാൽ ആവർത്തിക്കപ്പെടാതെയുള്ള അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ 10 അക്ഷരമാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ അടുത്ത വരിയിലും 10 അക്ഷരമാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ അടുത്ത വരിയിലും 10 അക്ഷരമാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആവർത്തിക്ക ചിലപ്പോൾ നൂന് 2 വട്ടം വന്നാൽ അത് എണ്ണില്ല. അഥവാ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 10 എണ്ണമാണ്. ഖുർആനിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് റിസർച്ചുകൾ, സയന്റിസ്റ്റുകൾ റിസർച്ച് ചെയ്യുന്നുണ്ട്, വലിയ വലിയ ആൾക്കാർ റിസർച്ച് ചെയ്യുന്നുണ്ട്. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗഹനമായ പഠനങ്ങൾ എന്നതാണ്. അപ്പോ ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എല്ലാം 10 അക്ഷര. എല്ലാം അവസാനിക്കുന്നത് റാ എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. റാ എന്ന അക്ഷരത്തിന്റെ റാഇന്റെ പ്രത്യേകത അറബി അക്ഷരമാലയിലെ 10ാമത്തെ അക്ഷരമാണ്. അങ്ങനെ അലിഫ് ബാത്ത അങ്ങനെ എന്നെ പോയിരിക്കാൻ റാ എന്നത് 10ാമത്തെ അക്ഷരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ചെറിയ ഒരു സൂറത്തിന്റെ കാര്യങ്ങളാണ്. ഇവിടെ ചാറ്റ് ജിപിടി ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും. ചാറ്റ് ജിപിടി ഉപയോഗിക്കുന്ന കുട്ടികൾ ജസ്റ്റ് എന്നത് ന്യൂമറിക്കൽ വണ്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ മിറാക്കിൾസ് ഓഫ് ഖുർആൻ എന്ന് നടിച്ചു നോക്കുക. അഥവാ ഖുർആന്റെ ന്യൂമറിക്കൽ വണ്ടേഴ്സ്, നമ്പർ കൊണ്ടുള്ള ഖുർആന്റെ അതിബൃഹത്തായ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നമ്പർ വെച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ, ലോജിക്കൽ, ന്യൂമറിക്കൽ, അതിന് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പല യൂണിവേഴ്സിറ്റിയിലും പോകുമ്പോൾ ഖുർആന്റെ റിസർച്ചുകളൊക്കെ ആ ലെവലിലാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ടെക്സസും എന്നൊക്കെ പറഞ്ഞുള്ള യൂണിവേഴ്സിറ്റീസ് വെറും ഭൗതിക പഠനങ്ങൾ മാത്രമാണോ? അല്ല, അവിടെ തിയോളജിക്കൽ സ്റ്റഡി ഉണ്ട്. ഓരോ മതത്തിന്റെയും തിയോളജി, അതിന്റെ അർത്ഥങ്ങളിലേക്ക് പോകലാണ് തിയോളജി എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് PhD എടുക്കാം. ആ PhD എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പറയല്ല, കുട്ടികൾക്ക് പ്രചോദനത്തിന് വേണ്ടി പറയണം. ഞാൻ US-ന്റെ ഒരു PhD ചെയ്യുന്നുണ്ട്, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ വിദ്യാർത്ഥിയാണ്, കഴിയാറായി, ഏകദേശം 3.5 വർഷമായി. അപ്പോ US-ലെ PhD-യിൽ എന്റെ PhD എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ജിപിടി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള AI പോലെയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലേക്ക് എംബഡ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾ മെല്ലെ ദീനിൽ നിന്ന് ഇങ്ങനെ ചെറുതായി അകന്നു പോകുന്നത് മേ ബി ഒരു പക്ഷേ
സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ സുഹൃത്തുമായി ഇങ്ങനെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. കാരണം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലായി എത്തീസം, ലിംഗോയിസം, അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇസങ്ങളും ഒക്കെ വരാനുള്ള കാരണം എന്താണെന്നറിയാം? ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തേടിയുള്ള പുറപ്പാടാണ്. കാരണം സർക്കിളുകൾ ഉണ്ടാവുകയില്ല, വൃത്തങ്ങളില്ലാതെ ജീവിക്കാം. ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ആണും പെണ്ണും സ്വതന്ത്രമായി ജീവിക്കുന്നത്, ആ ജീവിതത്തെ നമ്മളെ കേരളത്തിലേക്കും കൊണ്ടുവരണമെന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെയാണ് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത്. അതല്ലാതെ അതിന്റെ ഫിലോസഫി അറിഞ്ഞിട്ടൊന്നുമല്ല, എത്തീസത്തിന്റെ ഫിലോസഫി അറിഞ്ഞിട്ടൊന്നുമല്ല. അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാതെ ജീവിക്കണം. നമ്മളൊരിക്കൽ ജർമ്മനിയിൽ പോയപ്പോ അവിടെ ഒരു കല്യാണത്തിന് പോയി, നമ്മൾ സുഹൃത്തിൻ്റെതാണ്. അപ്പൊ ആ വിവാഹ ചടങ്ങിൽ ആ സുഹൃത്ത് പരിചയപ്പെടുത്തുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇതിന്റെ ആദ്യത്തെ ലെവറിലെ കുട്ടിയാണ്, ആദ്യത്തെ കാമുകിയിലെ കുട്ടിയാണിത്, രണ്ടാമത്തെ കാമുകിയിലെ കുട്ടിയാണ് അവൻ, ഇതിന്റെ ഭാര്യയിലുള്ള കുട്ടിയാണ്. ഇത് സ്വാഭാവികമായി നമ്മൾ അത് പറയുന്ന ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ഇതിന്റെ ആദ്യത്തെ കാമുകിയിലെ മോനാണ്, ഇത് രണ്ടാമത്തെ കാമുകിയിലെ മോനാണ്, ഇത് ഞാനിപ്പോ കല്യാണം കഴിച്ചതിലുള്ള കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതെല്ലാരും മൊബൈലിൽ എടുത്തിട്ട് തോന്നിയ മാതിരി വിടരുത്, എടുത്തോളി, നിങ്ങൾ വെച്ചോളി. എനിക്ക് പാകളുടെ ഇടങ്ങടാതാണ് നമ്മൾ പ്രസംഗിക്കുന്നതൊക്കെ ആരോ ടൈറ്റില്. എനിക്ക് പ്രത്യേകിച്ച് ഇത്രയും കാലം അങ്ങനെ യൂട്യൂബ് ചാനലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, എല്ലാവരും എടുത്തിട്ട് അങ്ങനെ ഇടുന്നത് കൊണ്ട് ഈ ടൈറ്റിൽസ് ഉണ്ടല്ലോ, അത് പല രൂപത്തിൽ അങ്ങനെ പോവാണ്. അത് ശ്രദ്ധിക്കണമെന്ന് മാത്രം, പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ ആലോചനയിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ആഴമേറിയ ചർച്ച നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? കുട്ടികൾക്ക് മനസ്സിലാകണം അങ്ങനെയും ചില ലോകങ്ങളുണ്ട് എന്ന്, അങ്ങനെയും ചില ഡെപ്തിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ട് എന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ നല്ല കുട്ടികളായതുകൊണ്ടാണല്ലോ നമ്മുടെ കൂട്ടത്തിലൂടെ വന്നിരിക്കുന്നത്. നമ്മൾ മയക്കുമരുന്നിനെ കുറിച്ചിട്ട് ഇവിടെ മുൻ സുഹൃത്തൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നും ചിന്തിക്കരുത്. ഇവിടെ ഒന്നും ഉണ്ടാകില്ല. വരാതിരിക്കാൻ വേണ്ടി റിയാക്റ്റീവായിട്ട് നമുക്ക് സംസാരിക്കാം, പ്രൊആക്റ്റീവായിട്ടും സംസാരിക്കാം. എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നമ്മളിലേക്ക് വന്നിട്ട് ഉണ്ടാകുന്ന ആക്ഷനാണ് റിയാക്ഷൻ. നേരെ മറിച്ച് പ്രൊആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. പ്രൊആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കല. അവ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ നടന്നതൊക്കെ ഞാൻ അങ്ങനെ സംസാരിക്കും. നമ്മുടെ നാടിനെ കെടുതികൾ ഒരിക്കലും വന്നിട്ട് ആപ്പതിപ്പിക്കാതിരിക്കട്ടെ, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഈ ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഇപ്പൊ ചില ആളുകളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കാം. ചില ആളുകൾ എത്തീസ്റ്റുകൾ പല രീതിയിൽ ചോദിക്കുന്നു. പല ഉമ്മമാരൊന്നും ചിലപ്പോൾ അത്ര അറിയണമെന്നില്ല, സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കുന്ന ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ അവരുടെ ചില ചോദ്യങ്ങളാണ്. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എല്ലാവരും അറിയും. ഒറ്റ പേര് പറഞ്ഞാൽ മതി, ഇവിടുത്തെ ഏത് ചെറിയ കുട്ടി അറിയും. അദ്ദേഹത്തിന്റെ പേരക്കിടാവ് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അപ്പൊ അവരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എത്തീസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തിരിച്ചു പോകുന്ന സമയത്തൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ആളുകളുടെ മനസ്സിൽ എന്തോ ഒരു അന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മനസാന്തരം എന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇത്തരം അന്വേഷണങ്ങളിലൂടെ പോകാത്തത് കൊണ്ട്. എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ നേരായ വഴിയിലൂടെ ചർച്ചകൾ പോകുമ്പോ, വിശുദ്ധ ഖുർആനെ വെച്ചിട്ടും വിശുദ്ധ റമദാനെ വെച്ചിട്ടും ചർച്ചകൾ പോകുമ്പോ ആമുഖമായിട്ട് നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ഇപ്പൊ ഖുർആന്റെ ഡെപ്ത് എത്രത്തോളം? ലോകത്തിലെ ഏറ്റവും ടോപ്പ് സയന്റിസ്റ്റ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് റിവേർട്ട് ആകുന്നത്. റിവേർഷനാണ് ഇസ്ലാമിലേക്ക്, ഒരിക്കലും കൺവേർഷൻ ഇല്ല. റിവേർഷൻ എന്ന് പറഞ്ഞാൽ മടങ്ങി വരലാണ്, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് പോകലാണ്. നേരെ മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള എല്ലാവരും, ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയാണ്. ജനിക്കുമ്പോൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. പിന്നെ മാതാപിതാക്കളും സാഹചര്യങ്ങളും അവനെ മറ്റു പലതാക്കി മാറ്റുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം റിവേർഷനാണ്. നിങ്ങളെ കുട്ടികളെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ChatGPT ചോദിച്ചു നോക്കുക. എല്ലാ വർഷവും ലണ്ടൻ സിറ്റിയിൽ മാത്രം ഏകദേശം 1 ലക്ഷത്തിലേറെ ആളുകളാണ് ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്യുന്നത്. റിവേർഷൻ എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഏകദേശം 600 ചില്ലാനം പള്ളികളാണ് ക്രിസ്ത്യൻ സഹോദരന്മാർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്.
ഇതേപോലെ തന്നെ ഓസ്ട്രേലിയ പോയ ആൾക്കാർക്കൊക്കെ അറിയാം. ഓസ്ട്രേലിയയും ഇതേപോലെ തന്നെ ധാരാളം പള്ളികളാണ് ക്രിസ്ത്യൻ സമൂഹം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വെറുതെ പുസ്തകത്തിൽ വായിച്ച് പറയല്ല, അതിൽ കുറെയൊക്കെ പള്ളികൾ നമ്മൾ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഞാനും കൂടി ഇതേപോലെ ഓസ്ട്രേലിയയിൽ ഒരു പള്ളിയിൽ പോയി. അതിപ്പോഴും ചർച്ച് പോലെ തന്നെയുണ്ട്. കണ്ടാ പുറത്തുനിന്ന് ചർച്ചാന്ന് തോന്നുന്നു, പക്ഷെ അകത്തേക്ക് കയറിയാലാണ് അത് പള്ളിയായ കാര്യം അറിയുക. അത് പിടിച്ചടക്കിയതൊന്നുമല്ല, അങ്ങനെ ആരും വാദിക്കാൻ നിൽക്കണ്ട. ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം ദാനമായി കൊടുത്തതാണ്. എന്തുകൊണ്ടെന്നാൽ അവര് ചിലപ്പോ അത്രമാത്രം അങ്ങോട്ട് ആരാധനയിലേക്ക് പോകാതെ വരുമ്പോ ആരാധിക്കുന്നവർ ആരാധിച്ചു കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാകാം. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സ്ഥലത്തും ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ്, ചേഞ്ചസ്. അപ്പൊ ലോകത്തിന്റെ 3 ഘടനയെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിമനോഹരമായി ഏറ്റവും നന്നായിട്ട് ആഴത്തിലേക്ക് പോകുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ വഴികെട്ടതിലേക്ക് പോകുന്നവരുണ്ട്. വഴികെട്ടതിൽ നിന്നും വൃത്തികേടിലേക്ക് മൊത്തത്തിൽ പോകുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് രാഷ്ട്രങ്ങളെ വിലയിരുത്താവുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾക്ക് മലപ്പുറം ജില്ലയെ എടുക്കാം, കോഴിക്കോട് ജില്ലയെ എടുക്കാം. ആ ജില്ലകളിൽ ഇപ്പൊ കുട്ടികളുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠിത്തം നിർത്തുന്നു. അഷ്ഹദത്ത് സഫുൽ ഖാമിസ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടി, സർട്ടിഫിക്കറ്റിന്റെ ഹെഡ്ലൈൻ എന്താ എഴുതിയിരിക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അഷ്ഹദത്ത് സഫുൽ ഖാമിസ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ സാക്ഷ്യപത്രമാണ്, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്, അല്ലെങ്കിൽ സാനവിയ എന്ന് പറഞ്ഞാൽ +2 ആണ്. അതുവരെ പഠിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ദീനീപരമായ പഠനങ്ങൾ നമ്മൾ അധികം പഠിക്കുന്നില്ല. പക്ഷെ ആഗോളാടിസ്ഥാനത്തിൽ എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും ഇതിന്റെ റിസർച്ചാണ്. ഇപ്പൊ ഓരോ മണിക്കൂറിനും ഓരോ അറബി പദമുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം? എന്നാൽ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 24 വാക്കുകളാണ് കൃത്യമായിട്ട് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. അത് ഓരോ മണിക്കൂറിനുമുള്ള ടൈം ലൈന് വെച്ചിട്ടുള്ള പദങ്ങളാണ്. ളുഹ വേറെയാണ്, ഇതേപോലെ തന്നെ ഫജ്ർ വേറെയാണ്, ലൈല് വേറെയാണ്, ഇങ്ങനെ അസർ വേറെയാണ്. ഇങ്ങനെ ഒരുപാട് പദങ്ങളാണ് സത്യത്തിൽ എന്താക്കിയിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഘടനയിലേക്ക് നമ്മൾ പോകുമ്പോൾ 24 മണിക്കൂറിന് 24 പേരുകളാണ്. ഇപ്പൊ ഫിർഔൻ എന്നത് റാംസസ് 2ാമനാണ് എന്നത് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിലായി ചരിത്രം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു. ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന വലിയ ഒരു സൂഫി വര്യനായ മനുഷ്യന് വേണ്ടി, തന്റെ ഗുരുവിന് വേണ്ടി, ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആദ്യത്തെ അടിമവംശം എന്ന് പറയുന്ന ഒന്നുണ്ട്. മൊത്തത്തിൽ ഈ ഡൽഹി സുൽത്താനേറ്റ് അടിമവംശം, തുഗ്ലക് വംശം, ഖിൽജി വംശം, സയ്യിദ് വംശം, ലോധി വംശം, 5 വംശങ്ങളാണ്. അതിൽ അടിമവംശത്തിലെ ആദ്യത്തെ ചക്രവർത്തിയായിട്ടുള്ള ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന തന്റെ ആത്മീയ ഗുരുവിന് വേണ്ടി നിർമ്മിച്ചതാണ് ഖുത്ബുദ്ദീൻ എന്ന് പറയുന്നതിന്റെ പേരിൽ നിർമ്മിച്ചതാണ് ഖുത്ബ് മിനാർ എന്നെല്ലാവർക്കും അറിയാം. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും അതാ പറയുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഖുത്ബ് മിനാറിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചരിത്രങ്ങൾ മാറ്റി അവസാനം എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഖുത്ബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നു. ഇപ്പൊ മിനിയാന്ന് നിങ്ങൾ കണ്ടില്ലേ, ധാരാളം പേര് സ്ഥലങ്ങളിൽ, അതൊക്കെ കോടതി ഇടപെട്ടിട്ടൊക്കെ തടഞ്ഞു. പേരുള്ള സ്ഥലങ്ങളിലൊക്കെ കറുത്ത പെയിന്റ് കൊണ്ട് അടിക്കാൻ തുടങ്ങി. തുഗ്ലക്കാബാദ്, ഫിറോസാബാദ്, അഹമ്മദാബാദ്, ഇതേപോലെ തന്നെ ഒരുപാട് ബാധകൾ ഉണ്ടായിരുന്നു. 730 വർഷം ഏകദേശം ഇസ്ലാമിക ഭരണമാണ് ഇന്ത്യയിൽ നടന്നത്. ആ 700ഓളം വർഷം, അല്ലെങ്കിൽ 700ലേറെ വർഷം നടന്ന ആ സമയത്തൊന്നുമില്ലാത്ത ഒരു പ്രവണതയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം, ഇപ്പൊ അതിന്റെ ഒരു സദസ്സല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ ഒരു സംഭവം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതല്ലെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ധാരണകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കില്ല. എന്നാലും ഫിർഔൻ എന്ന് പറഞ്ഞാൽ റാംസസ് 2ാമനാണെന്ന് എല്ലാവർക്കും അറിയാം. റാംസസ് 2ാമന്റെ പേരാണ് ഫിർഔൻ എന്ന് ഖുർആൻ ചർച്ച ചെയ്യുന്ന ആ കാലഘട്ടം അതാണ്, ആ രാജാവ് അതാണ്. റാംസസ് 2ാമൻ എന്നാണ് ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ ഹിസ്റ്ററിയിൽ പഠിക്കുക. അദ്ദേഹത്തിന്റെ ജഡം കിട്ടിയത് ഏകദേശം 1800കളിലാണ്. ജഡം കടലിൽ നിന്ന് പൊക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് സീ എന്നും, ഇതേപോലെ തന്നെ പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഈ പറയുന്ന നൈൽ നദി എന്ന് പറയുന്നത്, രണ്ടും ഒന്നിച്ചാണ് നിൽക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോകേണ്ടതാ. എന്താണ് ഈ റെഡ് സീ, എന്താണ് ചെങ്കടൽ, എന്താണ് ഈ നൈൽ നദി? ചില ആളുകൾ പറയും നൈൽ നദിയിൽ നിന്നാണ്, ചില ആളുകൾ പറയും ചെങ്കടലിൽ നിന്നാണ്. ഈ നൈൽ നദിയും ചെങ്കടലും ഏകദേശം സമ്മിശ്രമായി നിൽക്കുന്ന ഒരു ഏരിയ. ആ ഏരിയയിൽ
ഫിർഔൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും നീചനായ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ധാരാളം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ, കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നു ഇതെല്ലാം മൂസയായിരിക്കുമെന്ന് ചിന്തിച്ച് കൊന്നൊടുക്കിയ അങ്ങനത്തെ കാബാലികന്റെ പേരാണ് റാംസസ് സെക്കൻഡ്. ആ റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ആള് ഇത്രയും ആളുകളെ കൊന്നൊടുക്കി എന്നത് ശരി. അതിനുശേഷം പിന്നീട് കടലിൽ ആപതിക്കുകയുണ്ടായി. ആ കടലിലേക്ക് പോയത് ഏകദേശം 3000 വർഷം കഴിഞ്ഞു. എന്നിട്ട് 2800 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നും പൊക്കിയെടുക്കുന്നത്. അവിടുന്ന് പൊക്കിയെടുക്കുമ്പോ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഇത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണെന്ന്. അത് പൊക്കിയത് മുസ്ലിമീങ്ങളല്ല, അത് കൊണ്ടുവന്നത് അവരല്ല. ഈ ആധുനിക കാലം ഏറ്റവും ശക്തമായ സമയത്താണ് പൊക്കിയതും അങ്ങനെയാണ് അതിന്റെ എല്ലാ സാധനങ്ങളും നിർവഹണത്തിലേക്ക് കൊണ്ടുപോയതും. അങ്ങനെ അതിന്റെ സയന്റിസ്റ്റുകളാണ് ഇത് റാംസസ് രണ്ടാമനാണെന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട ആള് 2800ഓളം വർഷമാണ് കടലിൽ കിടന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് വെച്ചാൽ മോശസ് എന്ന് പറയുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, അവരൊക്കെ പേര് മാറ്റിയിട്ടായിരിക്കും പറയാം. അതൊക്കെ ഓരോ ബൈബിളിലും അതേപോലെ തന്നെ പല സ്റ്റഡീസിലും പലതും പറയുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ മോശസ് എന്ന് വിളിക്കും, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഐസക് എന്ന് വിളിക്കും, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ദ കിങ് സോളമൻ എന്ന് വിളിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ പേരിലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ യാക്കോബ് എന്ന് വിളിക്കും, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ജോസഫ് എന്ന് വിളിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാവരും സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കിങ് സോളമൻ ആണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കിങ് സോളമൻ, ലോകത്തെ മുഴുവൻ ഭരിച്ച ചക്രവർത്തിയെ കിങ് സോളമൻ എന്ന് അവർ വിളിക്കും. അതാണ് നമ്മൾ പറയുന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പൊക്കുകയും ആ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ജഡം ഇത്രയും വർഷം പഴക്കമുള്ളതാണ് എന്ന്. ഇനി കുട്ടികളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും വർഷം കടലിൽ കിടന്ന വേറെ ഒന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കടല് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഹിംസ്ര ജീവി അത് സ്രാവാണ്. സ്രാവിനെ കുറിച്ച് ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്ന എല്ലാറ്റിനെ കുറിച്ചും പഠനമുണ്ടല്ലോ. ഫാൽക്കണെ കുറിച്ച് പഠനമുണ്ട്, സ്രാവിനെ കുറിച്ച് പഠനമുണ്ട്. ഇതൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് കയറിയാൽ മതി. ഏകദേശം ഈ പറയുന്ന ഇത്രയും വർഷം ഒരു ജഡം കടലിൽ കിടക്കണം. എന്നിട്ട് ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി കടന്നു വരണം. മോഡേൺ ആളുകൾ കടന്നു വരണം. സയൻസ് വ്യാപിപ്പിക്കണം. സയൻസിന്റെ ഡെപ്തിലേക്ക് പോകണം. എന്നിട്ട് സയന്റിസ്റ്റുകൾ അതിനെ പൊക്കിക്കൊണ്ടുവരണം. എന്നിട്ട് ആ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഇത് അതാണെന്ന് എന്താക്കണം, വിധി പറയണം. ആ വിധി പറഞ്ഞിട്ട് ഇത്രയും വർഷം കിടക്കുന്നു എന്ന് പറയണം. അത് പറയുന്നത് വരെ അവർക്കറിയില്ലായിരുന്നു വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട് എന്ന്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ഇങ്ങനെയാണ്: ഫിർഔൻ, നിന്റെ മയ്യത്തിനെ, നിന്റെ ജഡത്തിനെ ഞാനിതാ നിനക്ക്, നിന്റെ ജഡത്തിനെ മനുഷ്യരാശിക്ക് മുഴുവനും ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ ഞാനൊരു മാതൃകയായി നിന്റെ ജഡത്തിനെ ബാക്കി വെക്കുമെന്ന് വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്താണ്. അത് ഫിർഔന്റെ ജഡത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നിന്റെ ഈ ജഡത്തിനെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മാനവരാശിക്ക് നിന്റെ ഈ ജഡത്തിനെ ഞാനൊരു മാതൃകയാക്കി ബാക്കി വെക്കുമെന്ന്, നശിക്കാതെ ബാക്കി വെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ അന്വേഷിച്ചു പോകുമ്പോ, അതിമനോഹരമായി അതിന്റെ റിസർച്ചിലേക്ക് പോകുമ്പോ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മക്കത്തെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എവിടെയാണ് നൈൽ നദി എന്നോ, എവിടെയാണ് ഈ മുക്കിയത് എന്നോ, റെഡ് സീ എവിടെയാണ് എന്നൊന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. എന്നിട്ടും പറയുന്നു മുങ്ങിപ്പോയ കഥയും. പിന്നീട് പൊങ്ങാതെ കിടക്കുന്ന സമയത്ത് അന്നത്തെ ശത്രുപക്ഷത്തിലുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കുമായിരുന്നു: ഏ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഖുർആനിൽ ഇങ്ങനെയുണ്ടെന്ന് പറയുന്നു. എന്തൊരബദ്ധമാണ്! വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആഴ്ന്നു പോയിട്ടുള്ള മനുഷ്യൻ വീണ്ടും ആ മയ്യത്തിനെ ഞങ്ങളിതാ മാതൃകയാക്കി വെക്കുമെന്ന് നിന്റെ പടച്ചവൻ പറയുന്നു എന്ന് പറയുന്നു. ഇത് സത്യമാണോ എന്ന് അവർ വന്ന് ചോദിക്കുമായിരുന്നു. മറുപടി കിട്ടാതെ, അല്ലെങ്കിൽ മറുപടി പറയാൻ സാധിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചതുവരെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ആയത്തുകൾ ഇറങ്ങുമ്പോൾ പറയലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. ഏതോ ഭാഗത്ത് ഒരു പ്രദേശമുണ്ടെന്നും അവിടെ ബൽഖീസ് എന്ന് പറയുന്ന രാജ്ഞിയുടെ കൊട്ടാരമുണ്ടെന്നും ആ കൊട്ടാരത്തിന് നെടുവിട കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കണമെന്ന് അവിടുത്തെ സിംഹാസനം പറയുന്നുവെന്നും
ആയത്തിറങ്ങുമ്പോൾ ആളുകളോട് പറയുന്നു എന്നതല്ലാതെ ആ കൊട്ടാരം ഇന്നേ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അള്ളാഹു അതിൻ്റെതായ രൂപത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് ശാസ്ത്രം വികസിച്ചപ്പോ നമുക്ക് പോകാം. ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇന്നും തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. കിങ് സോളമന്റെ കൊട്ടാരം ഇന്നും തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. 3000-4000 കൊല്ലത്തെ പഴക്കം അവിടെ ആർക്കിയോളജിസ്റ്റുകൾ എഴുതി വെച്ചത് നമുക്ക് കാണാം. ഇങ്ങനെ ഓരോ സ്ഥലത്തും ആദ് സമൂദ് ഗോത്രത്തെ കുറിച്ച് പറയുമ്പോ ആ കാലഘട്ടത്തിലെ ആളുകൾ കൈകൾ കൊണ്ട് പാറകൾ തുരന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോ മക്കയിലുള്ള മദീനയിലുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു ഇത് എവിടെയാണ് എന്ന്. പക്ഷെ പിന്നീട് പെട്ര എന്ന പേര് വിളിച്ചിട്ട് ലോകസഞ്ചാരം നമ്മൾ നടത്തുമ്പോ ആദ് സമൂദ് ഗോത്രങ്ങൾ അന്ന് ഇങ്ങനെയാണ് പാറകൾ തുരന്ന് വീടുണ്ടാക്കിയത് എന്ന് ഇന്ന് 2025 നമുക്ക് കാണാൻ പോകാവുന്നതാണ്. ഖുർആൻ ചരിത്രഭൂമികളിലൂടെ എന്ന യാത്ര നമ്മൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഖുർആന്റെ ചരിത്രഭൂമിയിലൂടെ എന്നുള്ള യാത്ര നടത്തുമ്പോ ഓരോ സ്ഥലത്തും എത്തുമ്പോ കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതൊന്നും അന്ന് പ്രത്യക്ഷമായി നമ്മൾ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ കണ്ടിരുന്നില്ല. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ഇതാ നമുക്കത് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലോകത്തിൽ എന്തൊക്കെ എവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ പറയുന്നു. ഇതേപോലെ ഈ ഫിറഔന്റെ ജഡം അത് നമ്മൾ കാണാൻ പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് there is no photography എന്ന്. ഇവിടെ ഫോട്ടോഗ്രാഫി പാടില്ല, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അലൗഡ് അല്ല എന്ന് വെച്ചിട്ടും അവിടുന്ന് വീഡിയോയിൽ പകർത്തി ക്യാമറയിൽ പകർത്താൻ ഞാനും എന്റെ ക്യാമറയിൽ അവിടെ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രചാരണം നടക്കുമോ എന്നത് പേടിച്ചിട്ടാകാം ഒരു പക്ഷേ. അവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ആളുകൾ മെനക്കെട്ടിട്ടത് എടുക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? മൊബൈൽ അങ്ങോട്ട് വാങ്ങി വെച്ചാലും ശരി, എങ്ങനെയെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ഫിർഔൻ ഇന്നും അവിടെ മമ്മികളിൽ സൂക്ഷിക്കപ്പെട്ടതല്ല. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ പലരും പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും ചരിത്രത്താളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന രീതിശാസ്ത്രം മറ്റൊന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ലയോ. അഖല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറ് എന്നാണ് അർത്ഥം. അഫലാ തഅഖിലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ അഖലിനെ, ആ തഅഖീൽ അഥവാ തഅഖിലൂൻ, നിങ്ങൾ ഉപയോഗിക്കുന്നില്ലയോ എന്നാണ്. ബുദ്ധി വെച്ച് ചിന്തിക്കുന്നില്ലയോ എന്നാണ്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ അതിനേക്കാൾ അത്ഭുതമായി നമുക്ക് തോന്നുന്ന ഒന്നാണ് സംസം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ റമദാനിൽ പല ആളുകളും ഉംറക്ക് പോകും, അത് കഴിഞ്ഞാൽ ഹജ്ജിന് പോകും. ഹജ്ജിന്റെ സമയം വരുമ്പോ ദുൽഹജ്ജ് 8, 9, 10, 11, 12 ഒക്കെയാണ് ഹജ്ജിന്റെ സമയങ്ങൾ. 13 വരെ ആ 6-7 ദിവസമെങ്കിലും അവിടെ അറഫയിൽ നിൽക്കൽ മുതൽ അങ്ങോട്ട് എല്ലായിടത്തും നമ്മൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ടോ സംസം കിണറിനെ കുറിച്ച്? സംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടില്ലേ? ആ സംസം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾ എണ്ണിയാൽ 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവി കരഞ്ഞുകൊണ്ട് ഓടിയത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ ചരിത്രത്തിലും അങ്ങനെയാണ്, എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് ഓടുമ്പോ കരഞ്ഞുകൊണ്ട് ഓടിയപ്പോ എനിക്കെന്റെ അല്ലാഹു മതി എന്നുള്ള അവസാനത്തെ ഹസ്ബി അല്ലാഹ് എന്നുള്ള വാക്ക് ആകാശത്തിന്റെ തമ്പുരാനോട് പറഞ്ഞപ്പോഴാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലടിപ്പാടുകളിൽ നിന്നും സംസം എന്ന വെള്ളം പുറപ്പെടുന്നത്. ആ വെള്ളത്തിന്റെ പേര് സംസം എന്നല്ല. സംസം എന്ന് ഹിബ്രു ഭാഷയിൽ പറഞ്ഞാൽ, ഹിബ്രു ഭാഷയായിരുന്നു അവിടെ ഭാഷ. സംസം എന്ന് പറഞ്ഞാൽ അടങ്ങ്, അടങ്ങ് എന്നാണ് അർത്ഥം. ഇനി മതി എന്നാണ് അർത്ഥം. അങ്ങനെ പേര് വന്നതാണ് സംസം. അഥവാ വലിയ തോതിൽ അത് പുറത്തേക്ക് വന്നിട്ട് പ്രളയമുണ്ടാകുമോ എന്ന പേടി കൊണ്ട് സംസം എന്ന് പറഞ്ഞതാണ് ഹാജറ ബീവി. ആ പേരാണ് ഇന്നും നമ്മൾ പറയുന്നത്. സംസം എന്ന് പറഞ്ഞാൽ അടങ്ങ് എന്നാണ് അർത്ഥം. അല്ലാതെ വാട്ടറിനിട്ട, വെള്ളത്തിനിട്ട പേരല്ല സംസം. പക്ഷെ പിന്നീട് ആ വാക്കിനെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അത് കുടിക്കുന്നത്, അത് അതിനു വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അതുകൊണ്ട് അതിന് സംസം വെള്ളമെന്ന് നമ്മൾ പേരും വിളിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ കിണർ ഇപ്പൊ ഈ സ്ഥലത്തുണ്ടാകും, നിങ്ങളുടെ വീട്ടിലെ കിണറുണ്ടാകും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടി പറയാണ്. ആ കിണറ്റിലെ 10 അയൽവാസികൾ വന്ന് മോട്ടർ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഏകദേശം അത്രയും വീതിയിലേക്ക് അളച്ചിട്ട് 10 ആളുകൾ കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം വേണമെന്നും പറഞ്ഞിട്ട് മോട്ടർ വെച്ചാൽ നമ്മൾ സമ്മതിക്കുമോ? വേനൽ വന്നാൽ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാകില്ല എന്നാ പറയാ.
എന്നാൽ ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ പുറത്തേക്ക് പോകുന്നു. ഞാൻ പറയുന്ന അതിശോക്തിയല്ല. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അപ്പുറത്തെ പല എയർപോർട്ടുകളിൽ നിന്നും ഓരോ മിനിറ്റിലും ഫ്ലൈറ്റുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിദ്ദ കണ്ടവർക്കറിയാം, ക്യൂ നിൽക്കുകയാണ്. ഒന്നങ്ങണ്ട് പൊന്തിയാൽ അതിന്റെ പിന്നാലെ 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 എല്ലാ ഫ്ലൈറ്റുകളിലും സംസം ഉണ്ട്. സംസം വെള്ളം നിറച്ചുകൊണ്ടാണ് ലോകത്തിലെ സഞ്ചാരികൾ പുറപ്പെടുന്നത്. ഫ്ലൈറ്റുകാര് പറയുന്നു എന്നതല്ലാതെ ഒരിക്കലും സംസം വെള്ളത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ 5 ലിറ്റർ കൊണ്ടുപോയാൽ മതി എന്ന്. ഒരാൾക്ക് 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ. പണ്ട് 10 ലിറ്റർ ആയിരുന്നു. 10 ലിറ്ററിനെ ഇപ്പൊ 5 ലിറ്റർ ആക്കിയത് ഫ്ലൈറ്റുകാരാണ്, അല്ലാതെ മക്കാരെവിടെയും പറഞ്ഞിട്ടില്ല. തന്നെയല്ല, മക്കയില് നമ്മൾ പോകുമ്പോ ഉസ്തുവാനയുടെ അടുക്കൽ ക്ലാസുകൾ ഉണ്ടാകും. ഉസ്തുവാന എന്ന തൂണാണ്. ഓരോ തൂണിലും ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ ഉലമാക്കൾ ക്ലാസ് എടുക്കും. അതിൽ നമുക്കതൊന്നും പങ്കെടുക്കാൻ സമയമില്ലല്ലോ. അവിടെ പോകാറുള്ളത് ഉലമാക്കളാണ് ആലിമീങ്ങളുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവുക. ഫത്വയുണ്ടാകും, ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദിക്കുന്ന സമയത്തൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരിക്കല് വെള്ളം നിറച്ച് സംസം കുടിക്കണം, അഥവാ വയറ് നിറച്ച് വെള്ളം കുടിക്കണം, സംസം കുടിക്കണം. വയറ് നിറച്ച് വെള്ളം കുടിക്കാത്തവൻ ലൈസ മിന്ന, അവൻ അഥവാ അത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ നിർത്തരുത്, വയറ് നിറയെ കുടിക്കണം എന്നുള്ള ഹദീസാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? അത് കുടിച്ചാൽ തീരില്ലെന്ന് ഇവിടുത്തെ ഉലമാക്കൾക്കറിയാം. അത് കൊണ്ടുപോയാൽ തീരില്ലെന്നറിയാം. ഒരൊറ്റ കിണറേ ഉള്ളൂ, ഒരേ ഒരു ചെറിയ കിണർ. പണ്ട് കാലത്ത് പോയവർ ആ കിണർ കണ്ടിട്ടുണ്ടാകും. ഈ അടുത്ത കാലഘട്ടത്തിലാണ് അത് മാർബിൾ വെച്ച് മൂടിയതെങ്കിലും അണ്ടർഗ്രൗണ്ടിലൂടെ അതിന്റെ മെയിന്റനൻസിനുള്ള വഴികളുണ്ട്. കാണേണ്ടവർക്ക് കാണാവുന്നതുമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ചെറിയ കിണറ്റിൽ നിന്ന് ഈ ലോകത്തിലെ 800 കോടി ജനതയിൽ ഏകദേശം വരുന്ന 300ഓളം കോടി മുസൽമാന്റെ വീട്ടിലേക്ക്, 300 കോടി ആളുകളുടെ വീട്ടിലേക്ക് നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംസം ഒരൊറ്റ കിണറ്റിൽ നിന്നും എടുക്കുന്നതാണ്, അല്ലാതെ മക്കയിലെ മുഴുവൻ കിണറ്റിൽ നിന്നും എടുക്കുന്നതല്ല. ഒരു കിണറ്റിൽ നിന്നും ഓരോ സെക്കൻഡിലും ഇങ്ങനെ ലിറ്ററുകൾ പൊങ്ങുമ്പോ ഒരു സെക്കൻഡെങ്കിലും ചിന്തിക്കുന്നില്ല അതൊരു ഇഞ്ച് താഴുമെന്ന്. അങ്ങനെ താഴുന്നൊരവസ്ഥയുമില്ല. സാറിന് സംസാരിക്കാനുണ്ടോ? 5 മിനിറ്റ് സംസാരിക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ആ ഒരു അത്ഭുതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അത്ഭുതത്തെയാണ് നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണമായി ഗണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചിന്താധാരകളും ഇതാണ്. ഇത് റിയാലിറ്റിയല്ലേ? മക്ക എന്ന് പറയുന്ന പ്രദേശത്തുള്ള സംസം അല്ലെങ്കിൽ ആ ഒരു സംസം കിണർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ അനുഭവിക്കുന്നതല്ലേ? ആ ഒരു വിശ്വാസത്തിലൂടെയല്ലേ നമ്മൾ പോകുന്നത്? അത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ വിശ്വാസം, റമദാൻ കടന്നു വരുമ്പോ ആദ്യം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ശരിപ്പെടുത്തലാണ്. ആ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ഖുർആന്റെ ആപ്തവാക്യമായിട്ടുള്ള ഒരു പദം ഞാൻ പറഞ്ഞു, മറ്റൊന്ന് സംസമിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. ആ വിശ്വാസ പ്രമാണങ്ങളെ ഊട്ടിയോജിപ്പിച്ചുകൊണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുമാണ് നമ്മുടെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഈ നിയമപാലകർ എന്ന് പറഞ്ഞാൽ സമയത്തിന് ഓരോ സ്ഥലത്ത് എത്തേണ്ടവരാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇത്തരത്തിലുള്ള. നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് സാർ, SP സാറും CI സാറൊക്കെ DYSP സാറൊക്കെ നമ്മുടെ അടുത്തേക്ക് കേസുകൾ വിടാറ്. അതോടൊപ്പം തന്നെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അവരുടെ പരിപാടികളിലൊക്കെ നമ്മൾ ഹൗ ടു യൂസ് സൈക്കോളജി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പോകാറുണ്ട്, ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കും. അപ്പൊ അവർക്ക് തിരക്ക് പിടിച്ച സമയമാണ്. തന്നെ അവര് നമ്മൾ പിടിച്ചു വെക്കുന്നതും കുറെ സമയം ഇരുത്തുന്നതും ശരിയല്ല. കാരണം അവര് നിയമത്തിന്റെ വസ്ത്രം, നേരത്തെ സിവിൽ ഡ്രസ്സിൽ വന്നതാണ് നമുക്ക് കുറെ നേരം ഇരുത്താം, ഡ്യൂട്ടി ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരവരുടെ ഡ്യൂട്ടിക്ക് പോകണം. നമ്മുടെ ഈ വേദിയോടെ ഒരു ആശംസ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. ബാക്കി നമ്മളെ സംസാരം തുടരുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സാറിന് അപ്പൊ അതിന്റെ മുന്നേ ഒരു ലഹരി വിമുക്ത ക്ലാസ് ഒക്കെ നടന്നു, അത് കേൾക്കാൻ പറ്റിയില്ല, അതിന് വരണം വിചാരിച്ചിരുന്നു. എന്തായാലും ഈ പരിപാടി നടക്കുന്ന QMC സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മദ്യം കാര്യങ്ങളൊന്നല്ല, നമ്മൾ കാണുമ്പോലുമില്ല, ചെറിയ പേഴ്സിലൊക്കെ വെക്കുന്ന ഓരോ സാധനങ്ങളാണ് സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പൊ നമ്മളെ മക്കളെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ എന്താണ് മനസ്സിലാക്കണം. ഇത് ചിലപ്പോൾ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തെങ്കിലും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പോലീസിനെ അല്ലെ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കണം. അതിന്റെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് മാറി നിൽക്കാൻ കഴിയില്ല. ഈ ഒരു പ്രാവശ്യം MDMA പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ 24 മണിക്കൂർ ഫുൾ ഓണായിട്ട് ഇരിക്കും, ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ അതൊരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ
പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ തോന്നും. അപ്പൊ നേരത്തെ എക്സൈസ് പെയിന്റ് ഓഫീസർ ഇതിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുക, എക്സൈസിനെ വിവരം അറിയിക്കുക. നമ്മളെ യുവാക്കൾക്ക് ഇനിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ലഹരി. നമ്മളെ ഭാവി തലമുറയെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ്. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ഭാഗമാണ് ഉണ്ടാവുക. ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുപയോഗിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഡോസ് കൂട്ടി പോകലാണ് ടോളറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആകണം കാരണമെന്നില്ല. ചിലപ്പോൾ പല നൈരാശ്യങ്ങളുമാകാം ഇന്നലെയും ഇനിയാന്നൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ പോലും കുടുംബത്തിലെ ആളുകളെ പോലും കൊന്നൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അതാണ് കാരണമെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷെ മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ഇതൊക്കെ നടക്കാറുണ്ട്. പിന്നീട് ലാസ്റ്റ് നടക്കുന്ന ഒന്ന് അത് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നതാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് നിർബന്ധമായി നടക്കുമെന്നാണ്. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമപാലകർ അഥവാ ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിമനോഹരമായി അതിനെ ട്രേസ് ചെയ്ത് പിടിക്കാറുണ്ട്. കാരണം അങ്ങനെ പിടിക്കലല്ലാതെ ഇനി ഗതിയില്ല. ഞാനിതൊരു മുത്താരിയിലെ ഒരു മഹല്ല് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംഗമമാണെങ്കിലും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, മോഹൻലാലിനെ വെച്ചിട്ട് ഇപ്പൊ ഈ അടുത്തിടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ള പരസ്യം. ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, സർക്കാരിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം അതിൽ പറയുന്ന വാക്ക്, ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഒരിക്കലും ഞങ്ങൾ ആരോടും ഷെയർ ചെയ്യില്ല. നമ്പർ വാട്സപ്പിലേക്ക് വന്നത് വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അഥവാ ആരാണ് മെസ്സേജ് അയച്ചത് എന്നോ ആരാണത് വിളിച്ചു പറഞ്ഞത് എന്നോ വാട്സപ്പിന്റെ മെസ്സേജ് പോലും അവർക്ക് കൊടുക്കുകയില്ല. അത്ര രഹസ്യമായിരിക്കും ആളുകൾ ഇത് വിളിച്ചു പറഞ്ഞാൽ എന്ന പരസ്യത്തിൽ പറയുന്നുണ്ട്. അത്രമാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശത്ത് നിന്ന് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിയമപാലകർ അതിന്റെ പിന്നാലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ രാത്രി, ഇപ്പൊ പകല് നടക്കുന്ന ഇതേ സാറ് തന്നെ രാത്രിയും പിന്നെയും നടക്കണം. ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. ഇവരൊക്കെ ഈ ഡ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ ഈ ഡ്രസ് ഇട്ടു എന്നതിന്റെ പേരിൽ മനുഷ്യരല്ലാതാകുന്നില്ല. പക്ഷെ അതിസുന്ദരമായി അവരതിനെ പിടിച്ച് കിട്ടുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ഓരോ നാട്ടിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. കാരണം ഇതെല്ലാം അസ്തമിക്കുന്ന, ഇതിന്റെ പിന്നിൽ ഒരുപാട് മാഫിയകൾ ഉണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ ഗ്രാമത്തിലേക്ക് വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പട്ടാമ്പിക്കാരനായ ഒരു പയ്യന്റെ യൂട്യൂബിലെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാനും അവനും കൂടി ഒരു പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട്. അവൻ പറയുന്നത് ഇത് ഉപയോഗിച്ച് അവസാനം അവൻ ജയിലിലായി കഴിഞ്ഞ കൊറോണ സമയത്ത്. ആ കൊറോണ സമയത്ത് ജയിലിലായപ്പോ ആ ജയിലിൽ കിടക്കുന്ന വലത്തെ ഭാഗത്ത് കിടക്കുന്ന ആള് സത്യത്തിൽ സ്വന്തം ജ്യേഷ്ഠനെ തലക്കടിച്ചു കൊന്ന ആളാണ്. ഇപ്പുറത്തെ മയക്കുമരുന്ന് ബാധിച്ച സ്വന്തം ഉപ്പയെ കുത്തിക്കൊന്ന ആളാണ്. അതിന്റെ നടുക്കെന്നെ കൊണ്ടുപോയി ഇട്ടപ്പോ ഞാൻ വല്ലാണ്ട് പ്രയാസപ്പെട്ടു. കാരണം ഇത്രമാത്രം ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ ആ സംസാരത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അവസാനം ഇവനത് പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇവന് കഞ്ചാവിൽ നിന്ന് തുടങ്ങിയതാണ് എന്നും കഞ്ചാവ് പിന്നീട് കഞ്ചാവിൽ എലിവശം പുരട്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത് എന്നും അങ്ങനെ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് എന്നും പിന്നീട് LSDയിലേക്കും MDMAയിലേക്കും ആ ആള് കയറിയെന്നതും, ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കുക എന്നത് പെട്ടെന്ന് ഡോസ് കയറുന്ന ഒരു കാര്യം കൂടിയാണ്. അതിന് ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആ ലോകത്തേക്ക് പോകുന്നില്ല. എന്റെ അടുക്കൽ വന്ന ഒരു 2 കൗൺസിലിംഗ് ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ഈ കരയാൻ, ആദ്യം ഫോണിൽ വിളിച്ച് കുറെ കരഞ്ഞു. പിന്നീട് ഉമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് പറയാൻ എനിക്ക് മടിയുണ്ടെങ്കിലും പറഞ്ഞോട്ടെ. ഒരു പ്രത്യേക ലഹരി മരുന്ന് ഉപയോഗിച്ച സമയത്ത് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കവേ സ്വന്തം മാതാവിനോട് പോലും ഒരു ആകർഷണീയത തോന്നിയെന്ന് ആ മാതാവിനോട് പറഞ്ഞത്, സാർ ഞാൻ പറയുമ്പോ നിങ്ങൾക്കൊന്നും തോന്നരുത്, സമയം കിട്ടാൻ വേണ്ടി സമയം ചോദിപ്പോ സമയമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ ഓഫീസിലെ 4-5 അസിസ്റ്റന്റുമാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അസീസിന് അറിയാം, അവരിലേക്ക് ഞാൻ വിടാറാണ്. ആ സമയത്ത് സാറെ തന്നെ കിട്ടുമോ എന്ന് ചോദിച്ച് കരയാൻ. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, രാത്രിയിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല സാർ. ഞാൻ അപ്പുറത്തെ റൂമിലാണെങ്കിൽ എന്റെ മകൻ എന്റെ റൂമിന്റെ വാതിൽ മുട്ടി വിളിക്കുന്നു സാർ എന്ന്. മയക്കുമരുന്നിന്റെ മറ്റൊരു ലോകത്തിന് ഇങ്ങനെ വിളിച്ചു പറയുന്ന മാതാക്കളുടെ ഒരു കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ലോകത്തിലേക്കാണ് പോകുന്നത് എന്നതാണ്.
ഏതൊരു കാലത്തിലേക്കാണ് പോകുന്നത് എന്നതാണ്. നമുക്കൊക്കെ അറിയാലോ, ഏകദേശം വർഷങ്ങൾക്ക് മുമ്പേ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിൽ വന്നിട്ട് ഉമ്മയോട് പൈസ ചോദിച്ചപ്പോ ഉമ്മ പൈസ കൊടുക്കാതെ വന്നപ്പോ രാത്രി കിടന്നുറങ്ങുന്ന ഉമ്മയുടെ തലക്ക് അടുക്കളയിൽ പോയി ഇരുമ്പിന്റെ ചെരവ് കൊണ്ടുവന്ന് തലക്കടിച്ചു കൊന്നതിന്റെ ആ ഒരു ആഴത്തിൽ നിന്നും ഇന്നും കേരളം ഒരിക്കലും മാറി നിന്നിട്ടില്ല. സ്വന്തം മാതാക്കളെ കൊന്നൊടുക്കുന്ന, സ്വന്തം മാതാക്കളെ കാമത്തോടു കൂടി നോക്കുന്ന മോശപ്പെട്ട പ്രവണതയിലേക്ക്, സാലിയൻസിലേക്കും ടോളറൻസിലേക്കും, അതിന്റെ അപ്പുറത്തേക്ക് വിഡ്രോവൽ സിൻഡ്രത്തിലേക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കും പോകാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കുമാണ്, ഓരോ മാതാപിതാക്കൾക്കുമാണ്. അതിന് കുറെ സിംറ്റംസ് ഉണ്ട്, കുറെ അടയാളങ്ങൾ അതിവിടെ പറഞ്ഞിട്ടുണ്ടാകാം. അതിൽപ്പെട്ട ഒന്ന് ഞാൻ പറയാം. നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന, എല്ലാരോടും നല്ല ബന്ധമുണ്ടായിരുന്ന ആള് പെട്ടെന്ന് സൈലന്റായി വീട്ടിൽ ഒതുങ്ങിപ്പോവുക എന്നത് ഇതിന്റെ ചെറിയൊരു അടയാളമാണ്. നന്നായിട്ട് സൈലന്റായി നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് വയലന്റായി വേറെന്തൊക്കെ അവസ്ഥയിലേക്ക് പോവുക എന്നതും ഇതിന്റെ ഒരു സിംറ്റമാണ്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് 5 മിനിറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്നാണെന്നറിയോ? അത് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസങ്ങളിലാണ്. ഏതൊക്കെ ആഘോഷങ്ങൾ? ഒന്നിക്കൽ ബർത്ത്ഡേ പാർട്ടി നടത്തണോ നടത്തണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വേറെയാണ്. പക്ഷേ ബർത്ത്ഡേ പാർട്ടികളുടെ ദിവസത്തിൽ ഇത് നടപ്പിലാക്കി കഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ടത്. ഇതേപോലെ ഒരു കുട്ടി എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞത്, എന്റെ നശിച്ച ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. എന്താ മോനെ കാര്യമെന്ന് പറഞ്ഞപ്പോ, ബർത്ത്ഡേയുടെ ദിവസത്തിൽ 5-8 ഫ്രണ്ട്സ് ചങ്ക് ബ്രോസ് വന്നത്, അവര് വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയത്, ഉമ്മ ബിരിയാണി വെച്ച് കൊടുത്തത്, പാവം തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന മാതാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത്, എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബാക്കിൽ പോയിട്ട് ഇരുന്നത്, അവിടുത്തെ ഹോസ്റ്റലിന്റെ പിന്നാമ്പുറത്തെ പാറപ്പുറത്ത് ഇരുന്നത്, കുറെ നേരം സംസാരിച്ചപ്പോ 2 ആളുകൾ എഴുന്നേറ്റ് പോയത്. എഴുന്നേറ്റ് പോയ ആൾ എന്തിനു പോയി എന്ന് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ഇന്നേ വരെ ബീഡി പോലും വലിക്കാത്ത ഈ കുട്ടി കാണുന്നത് പിന്നെ 2 പേര് കുപ്പിയും കൊണ്ടുവരുന്നതാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ സ്വന്തം ചങ്ക് ബ്രോസ്. ഇറ്റ് ഈസ് സെലിബ്രേഷൻ. ഇത് ആഘോഷമായതിന്റെ പേരിൽ ബാക്കി ദിവസത്തിലൊന്നും കുട്ടികൾ ഇത് ചെയ്യൂല. സെലിബ്രേഷന്റെ അന്നാ തുടങ്ങുക. ആ ദിവസത്തിൽ കയ്യും കാലും കെട്ടിവെച്ചിട്ട്, നെഞ്ചിൽ കാല് വെച്ചിട്ട് ഈ കുട്ടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വീര്യമേറിയ മദ്യം അന്ന് തുടങ്ങി വെച്ചത് അവൻ അന്നാണ്. എന്റെ നശിച്ച ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ കൂടി ഡോസ് കൂടിപ്പോയി മറ്റൊരവസ്ഥയിലേക്ക് എത്തിയതും ഞാൻ ആലോചിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം, പറ്റുമെങ്കിൽ തെറാപ്പിക്ക് വിധേയമാക്കണം. അതിനും കഴിഞ്ഞില്ല, ആ ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കേഷൻ അഥവാ മരുന്ന് കൊടുക്കണം. അതിനും പറ്റിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റേഴ്സ് ഉണ്ട്, ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തത് മാറിയാൽ അറ്റ്മോസ്ഫിയർ മാറ്റിവെക്കണം. വീണ്ടും ഈ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് അവനെ വിട്ടേക്കരുത്. അങ്ങനെ തുടങ്ങിയ കുറെ ആൾക്കാർ പിന്നെയും ഉണ്ട്. അവന് ഗൾഫിലേക്കോ മറ്റു നാടുകളിലേക്കോ ഈ വൃത്തമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റണം. ഇതൊക്കെ അതിന്റെ പണികളാണ്. ഈ പണിക്കിടയിൽ എപ്പോഴും നിങ്ങളെ വിളിച്ചാൽ സന്നദ്ധരായി ഉണ്ടാകും നമ്മുടെ നിയമപാലകന്മാർ. അവർ ഏറ്റവും ശക്തമായി നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നമ്മുടെ നിയമപാലകർ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇത്തരം കെടുതികൾ എന്തെങ്കിലും നടക്കുമ്പോ ആ കെടുതികൾക്കെതിരെ അതിശക്തമായി പോരാടാൻ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സാറന്മാരും ഉണ്ടാകും. പ്രിയപ്പെട്ട സാറന്മാർക്കൊന്ന് ഉറക്കൊന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. ഏറ്റവും നല്ലൊരു കൈയടി കൊടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട സാറന്മാർക്കാണ്. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നടക്കുമ്പോ സമയമില്ലാത്ത സമയത്തും അവരെ ജസ്റ്റ് എത്തി നോക്കുന്നത്, ഒന്ന് വന്നു പോകുന്നത്. CI സാറായി ഇന്ന് വരാമെന്നേറ്റത് കൃത്യനിർവഹണത്തിനിടയ്ക്ക് തിരക്കിൽപ്പെട്ടത് കൊണ്ട് തന്റെ അസിസ്റ്റന്റിനെ വിട്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ എവിടെ നിങ്ങൾ ഇതിന്റെ ചെറിയ ചെറിയ ലാഞ്ചനകൾ കണ്ടാലും അവരെ സമീപിക്കാൻ മടിക്കരുത്, അവരെ വിളിക്കാൻ മടിക്കരുത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ സത്യസന്ധമായിരിക്കണം. വെറുതെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ സമയം ഇല്ലാതെയാക്കരുത്. കൃത്യമാണ് എങ്കിൽ വിളിക്കാൻ മടിക്കുകയും ചെയ്യരുത് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രിയപ്പെട്ട സാറന്മാരെ വന്ന് നമുക്ക് സപ്പോർട്ട് തരുമ്പോ, ഞാൻ ഒരുപാട് പരിപാടിക്ക് പോകുമ്പോൾ SP സാർ ഉണ്ടാകാറുണ്ട്, കമ്മീഷണർ സാർ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ടിന്റെ ആ പിൻബലത്തിലാണ് നമ്മൾ ഇതൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേപോലെയുള്ള സാറന്മാരാണ് ഇവിടെ നമ്മുടെ അടുക്കൽ വന്നിട്ട് പോയിട്ടുള്ളത്. ഈ പ്രദേശത്തോ ചുറ്റടുത്ത പ്രദേശത്തോ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾ കണ്ടാലും അവര് വിവരം അറിയിക്കാൻ മടിക്കരുത്. ഞാൻ വിളിച്ച് പറഞ്ഞാല് അവരത് മറ്റുള്ളവരോട് പറയോ ഇന്ന ആൾക്കാരോട് പറയോ എന്നൊന്നും പേടിക്കണ്ട. അത് രഹസ്യമായി
രഹസ്യമായിരിക്കും, ആയിരിക്കണമെന്ന് ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും പറഞ്ഞോട്ടെ, ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും രഹസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രഹസ്യമായി സൂക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും അതിന്റെ ശിക്ഷ എന്നത് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് മുന്നോട്ട് പോകാം. അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല വാക്ക് പറഞ്ഞിട്ട് പിന്മാറാത്തവരെ നിയമപാലകർക്ക് വിട്ടുകൊടുക്കലല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നത് കൂടിയാണ്. നമ്മളെല്ലാവരും അതിൽ ജാഗ്രതാക്കണമെന്ന് അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒന്ന് ആഴമേറിയ പഠനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്നറിയുമോ? അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൃത്യമായൊരു വിശ്വാസം ഉണ്ടാവുക. നമ്മൾ അറിയുന്നില്ല, ഈ നാട്ടിൽ ഉണ്ടാകണമെന്നില്ല, പക്ഷേ പല ക്യാമ്പസുകളിലും കുട്ടികൾ അവരുടെ ദൂരത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവരവരുടെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ മാറ്റത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പോവുക എന്നത്. ആ ആഴമേറിയ ചർച്ചയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്ന് അള്ളാഹിനെ പറ്റി പറയാൻ ആളുകളില്ല, വേറെ എന്തിനെ പറ്റി പറയാനും ആൾക്കാരുണ്ട്. സെമിനാറുകൾ, സംഭവങ്ങൾ, എല്ലാ കാര്യങ്ങളും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. നാം വസിക്കുന്ന ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടിയാണ് സൂര്യന്റെ വലിപ്പം. നാം ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി. അപ്പൊ 13 ലക്ഷം ഇരട്ടി ഉള്ള ഈ സൂര്യനുകൾ ഇട്ടാൽ, ഈ ഭൂമികൾ ഇട്ടാലേ ഈ സൂര്യൻ നിറയൂ എന്നർത്ഥം. സൂര്യൻ നിറയണമെങ്കിൽ 13 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയിടണം. അങ്ങനെയുള്ള ഈ സൂര്യൻ ഉണ്ടല്ലോ, ആ സൂര്യൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ചന്ദ്രനാണ്, നക്ഷത്രമാണ് എന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നു. ദ സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം അത് സൂര്യനാണ്. ആ സൂര്യനെ പോലെയുള്ള അനന്തകോടി നക്ഷത്രങ്ങളുടെ ഒന്നിനെയാണ് ഗാലക്സി എന്ന് പറയുക. അങ്ങനെയുള്ള ഒരുപാട് ഗാലക്സികൾ കൂടിയതിനെയാണ് വിശുദ്ധ ഖുർആൻ ലാഹൂത്ത് എന്ന് വിളിച്ചിട്ടുള്ളത്. അതിന്റെ പുറത്ത് ജബ്രൂത്തുണ്ട്, മലക്കൂത്തുണ്ട്, അലമൂത്തുണ്ട്, ആലമുൽ അംറുണ്ട്, ആലമുൽ മിസാലുണ്ട്, മലഉൽ അഅലയുണ്ട്. ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്നവന്റെ പേരാണ് ഏകഛത്രാധിപതി, സർവാധിപതി, സമുദ്രാധിപതി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹുവിലേക്കാണ് നമ്മൾ അടുക്കേണ്ടത് എന്നതാണ് ആദ്യമായി വിശുദ്ധ റമദാനിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ഈ ഏകനായ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കണം, ഈ അല്ലാഹുവിലേക്ക് നമ്മൾ ചേരണം. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഈ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ട് ശക്തമായി ഒന്ന് ചോദിച്ചു നോക്കിൻ, അതിശക്തമായ മറുപടി അല്ലാഹു തന്നിരിക്കും. അതിന് നമുക്ക് ഉണ്ടാകേണ്ടത് നന്ദിയാണ്. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നന്ദിയുണ്ടായാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ധാരാളമായി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഈ നന്ദി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചെറിയ കുട്ടികളുണ്ട്. ഇവിടെ ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ചിലപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. പേടിപ്പിക്കുകയല്ല, അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവോട് നന്ദി കാണിക്കുന്നവരാകണം. ഈ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ, മദ്രസയിലേക്ക് പോകുമ്പോ, അവിടെയുള്ള ഓരോ സമയത്തും വണ്ടികൾ വരുമ്പോ, ഇന്നലെ എന്നെയും കൊണ്ട് നടന്ന ദുബായിലെ ഒരു ചെറുപ്പക്കാരൻ, യാഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇന്നലെ കൊണ്ട് നടന്നിട്ടേ ഉള്ളൂ. നടന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏതോ ഒരു വഴിയിലൂടെ പോകുന്ന സമയമായപ്പോഴേക്കും ഒരു റോങ്ങിൽ വന്നൊരു വണ്ടി, ഒരു പിക്കപ്പ് വാൻ അവനെ ഇടിച്ചിരിക്കാൻ, അവന് പെട്ടെന്ന് കോമയിലേക്ക് പോയത്രേ. പിന്നീട് തിരിച്ചു വരികയും ചെയ്തു. അല്ലാഹുവിനെ സ്തുതി എന്നതാണ്. ഇന്ന് എന്റെ കൂട്ടുകാരൻ വിളിച്ച് പറയാണ്, പെട്ടെന്ന് ഒരു പിക്കപ്പ് വാൻ വന്ന് ഇടിച്ചപ്പോ അവന് ജസ്റ്റ് ഒന്ന് കുലുങ്ങിയിട്ട് അവന്റെ ഓർമ്മകൾ ഇല്ലാതെയായി. വീണ്ടും ഓർമ്മയിലേക്ക് തിരിച്ചു വന്നിരിക്കാൻ. ഇങ്ങനെ നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം അസ്തമിച്ചു പോകാൻ അധികം സമയമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് പരിപൂർണമായി തിരിയേണ്ടുന്ന സന്ദർഭമാണ്. മർഹബൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റമദാന് സ്വാഗതം ഓതുമ്പോ, ഈ റമദാനിൽ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. ആ വിശ്വാസത്തിനെ ഏറ്റവും കൂടുതലായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അത് കാത്തു സൂക്ഷിച്ചുകൊള്ളാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാ ആളുകൾക്കും മോഹമുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും. എത്രയോ ആളുകൾക്ക് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ മയക്കുമരുന്നിൽ അതിനെ സംസാരിക്കുന്നു. ഞാൻ ഈ കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളേഴ്സ്, ഇന്നുള്ള ഫുട്ബോളേഴ്സിൽ ആരും ഇതങ്ങനെ ഉപയോഗിക്കുന്നവരല്ല. കൊക്കക്കാള പോലും ഉപയോഗിക്കാത്ത കളിക്കാരനുണ്ട് നിങ്ങൾ കളിക്കുന്ന കളികളിൽ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. കൊക്കക്കോള കമ്പനിയുടെ, ഞാൻ ഒരാളെ പറ്റി മാത്രം പറയല്ലോ കേട്ടോ, ആൾക്ക് ഇപ്പൊ 40-41 വയസ്സോ മറ്റോ ആയി.
ദ ഗ്രേറ്റ് റൊണാൾഡോ ഇപ്പോഴും പറക്കാണ് വായുവിലൂടെ എന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനൊന്നുമല്ല കേട്ടോ, എന്നാലും അതിമനോഹരമായി തടി നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയണമല്ലോ. അദ്ദേഹം തടി നോക്കുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ലോകകപ്പ് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഈ ഉസ്താദ് കളി കാണാനൊക്കെ പോവാ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഖത്തറിലായതുകൊണ്ട് ഞാൻ പോയിരുന്നു. ആദ്യമായിട്ട് ലോകകപ്പ് കാണാൻ പോയതാണ്. 4-5 കളി നമ്മൾ കാണുകയും ചെയ്തു. ഈ ലോകകപ്പിന്റെ സമയത്ത് അദ്ദേഹം നേരെ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാൻ, നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് അവിടെ ക്ലവർലി അവിടെ കൊക്കക്കോള കമ്പനിയുടെ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പരസ്യം കിട്ടാൻ വേണ്ടി. കാരണം വെറുതെ കിട്ടുമല്ലോ അദ്ദേഹത്തിന് ഒരു കൊക്കക്കോള കൊണ്ടുവന്ന് കൊടുത്താൽ. കൊക്കക്കോള കമ്പനി ലോകത്തിൽ അറിയപ്പെടുന്ന കമ്പനിയാണ്. ആ കമ്പനി അല്ലെങ്കിൽ പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള പെപ്സിക്കോള എന്തു ആകട്ടെ അതവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് ജസ്റ്റ് ഒന്നങ്ങെടുത്ത് മാറ്റി. എന്നിട്ട് തന്റെ ബോട്ടിൽ നിന്ന് തന്റെ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോ അദ്ദേഹം പറയുന്ന വാക്ക് ഞാനിത് ഉപയോഗിക്കാറില്ല എന്നാണ്. ഞാനിത് ഉപയോഗിച്ചിട്ട് എന്റെ തടി കയറാക്കാറില്ല എന്നാണ്. ദി ഗ്രേറ്റ് റൊണാൾഡോ അദ്ദേഹം ഒരു മുസ്ലിം അല്ല, പക്ഷെ അതിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ തടിയെ നോക്കിക്കൊണ്ട് ഇതുപോലും കുടിക്കാതെ പോകുന്നു അദ്ദേഹം. കാരണം ഈ പറയുന്ന 40-41 ഹെഡറിന് വേണ്ടിയിട്ട് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നലെ അതിനെ പറ്റിയിട്ട് വന്നിട്ടുള്ള ഓരോ റിസർച്ചുകളും പറയുന്നത് ആ ആവേശം കൊണ്ട് ചാടിയിട്ട് ഒരു പക്ഷേ ലോകത്തിലെ ലോങ് ജമ്പുകാരൻ ചാടുന്നതിനേക്കാളും ആവേശത്തിൽ, ലോങ് ജമ്പ് വേറൊരു പണിയാണ്, പക്ഷെ ആ ലോങ് ജമ്പുകാരൻ ചാടുന്നതിനേക്കാളും ആവേശത്തിൽ ഈ വയസ്സിലും അദ്ദേഹത്തിന് ഡൈവ് ചെയ്ത് ചാടാൻ പറ്റുന്നുവെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളേണ്ടത് എന്താണെന്നറിയോ? അത് അദ്ദേഹത്തിന്റെ തടി നോക്കുന്ന പണിയായതുകൊണ്ടാണ്. ലോകത്തിൽ അങ്ങനെ തടി നോക്കാതെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ട് ലോകം പറയപ്പെടുന്ന പേര് ദ മജീഷ്യൻ ഓഫ് ഫുട്ബോൾ എന്നാണ്. ഇന്നും മെസ്സിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആര് എന്ന ചോദ്യത്തിന് മെസ്സി പോലും പറയുന്ന ഉത്തരം ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നതാണ്. ഞാൻ റൊണാൾഡോയെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സി പറയുന്നത്. ഞാൻ ഇവരെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതിൽ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. ഈ മെസ്സി പറയുന്ന ഈ റൊണാൾഡോ ഉണ്ടല്ലോ, ആ റൊണാൾഡോയെ കുറിച്ച് ലോകം പറയുന്ന പേര് ദ മജീഷ്യൻ ഓഫ് ഫുട്ബോൾ, ഫുട്ബോളിന്റെ മാന്ത്രികൻ എന്നാണ്. ആ മാന്ത്രികനായിരുന്നിട്ട് പോലും അദ്ദേഹം കളിക്കളം വിടേണ്ടി വന്നത് എന്തിനാണെന്നറിയോ? ഓരോ ദിവസം കളിക്കുന്നത് കോടിക്കണക്കിന് രൂപക്കായിരുന്നു മറഡോണ. ആ മറഡോണ ഒരു ദിവസം ഇന്റർവെല്ലിന്റെ സമയം വന്നപ്പോ, അഥവാ ഹാഫ് ടൈമിന്റെ സമയം വന്നപ്പോ പോലീസുകാർ വന്നിട്ട്, ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് മറഡോണയെ പൊക്കിയിട്ട് കൊണ്ടുപോവാ. കണ്ടിട്ടില്ലേ നിങ്ങൾ ആ രംഗങ്ങളൊക്കെ? പാതി കളി ആയിട്ടേ ഉള്ളൂ. പാതി കളിയിൽ ഇനി എന്റെ ഇന്ദ്രജാലം നടക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൈയിങ്ങനെ പിടിച്ചിട്ട് പോലീസുകാര് ലോകകപ്പിന്റെ കളത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം പിന്നെ മറഡോണ കളിക്കളം കണ്ടിട്ടേ ഇല്ല. എന്താ കാരണം? മയക്കുമരുന്ന് ആ ദിവസം ഒരു തവണ ഉപയോഗിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ കളി ഗ്രൗണ്ടിൽ നിന്നും അദ്ദേഹത്തെ കയറ്റി ഓടിച്ചു എന്നതാണ്. എത്ര നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവും, എത്ര നഷ്ടങ്ങളായിരിക്കും ഒരു മനുഷ്യന്. അദ്ദേഹം അന്ന് കരഞ്ഞതുപോലെ, അദ്ദേഹം അതിനുശേഷം പിന്നീട് മയക്കുമരുന്നിന് വെറുത്തതുപോലെ വേറെ ആരും ഉണ്ടാകില്ല. അദ്ദേഹം അത് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്റെ കരിയറിന് മുഴുവൻ ആ ദിവസം നശിപ്പിച്ചു എന്ന് ഇന്ദ്രജാലം കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ ലോകകപ്പിന്റെ ഗ്രൗണ്ടിൽ നിന്നും എടുത്തുയർത്തിക്കൊണ്ടു പോകുന്നത്. ഓരോ മനുഷ്യന്റെ നഷ്ടങ്ങളും അതാണ്. ഞാൻ പറയുന്നത് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കലായിരിക്കണം വിശുദ്ധ റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. എന്റെ അനുജത്തിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇരിക്കുന്ന ഓരോ ആളുകൾക്കും 2 കിഡ്നികളുണ്ട്. സ്വാഭാവികമായും എല്ലാവർക്കും 2 കിഡ്നികളാണ് ഉണ്ടാവുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പുകളാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്ക്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. 10 ലക്ഷം അരിപ്പകളാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് 2 ബോട്ടിൽ വെള്ളം കുടിച്ചു. ആ ബോട്ടിൽ വെള്ളം ഇപ്പൊ 10 ലക്ഷം അരിപ്പകൾ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 10 ലക്ഷം അരിപ്പകൾ, ഒരു അരിപ്പയല്ല, 1000 അരിപ്പയല്ല, 10 ലക്ഷം അരിപ്പകൾ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ബ്ലഡിലേക്ക് വേറെ, യൂറിനിലേക്ക് വേറെ, പ്ലാസ്മയിലേക്ക് വേറെ, ഗ്ലൂക്കോസിലേക്ക് വേറെ, വ്യത്യസ്തമായി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റേതായ അംശങ്ങൾ ഓരോന്നിലേക്കും പറഞ്ഞയച്ച് യൂറിനായി, ബ്ലഡിനെ ബ്ലഡായി, ബ്ലഡിലെ WBC ആയി, RBC ആയി, അതിന്റെ കോമ്പിനേഷനായി, ഇങ്ങനെ ഓരോന്നിനെയും കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിയേകിയിരിക്കുകയാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളൊരു ചെറിയ ഒരു ഭക്ഷണാംശങ്ങളെ ഏതെങ്കിലും ഒരു മിക്സിയിലേക്ക് ഇട്ടാൽ ആ മിക്സിയുടെ ശബ്ദം എത്രയായിരിക്കും അതൊന്ന് പൊടിച്ചരച്ച് ശരിയാക്കാൻ. നമ്മളൊന്ന് ഉച്ചക്കം കഴിച്ച് ബിരിയാണി അല്ലെങ്കിൽ ഉച്ചക്കം കഴിച്ച് ഭക്ഷണം, ഇറച്ചി കഴിച്ച് കോഴി കഴിച്ച് ഇതൊക്കെ കഴിച്ചിട്ടും ഇത് ഒന്ന് ദഹിക്കുന്നതോ ഇതൊന്ന് അതിന്റെ ഉള്ളിലിട്ട് അരയുന്നതോ ശബ്ദം പോലും പടച്ചവൻ പുറത്തേക്ക് കേൾപ്പിക്കുന്നില്ല. ഇത്ര ആധുനിക ടെക്നോളജി വന്നിട്ട് പോലും, ഇത് എത്ര കാലം മുമ്പ് തുടങ്ങിയതാ, ഇത് 2025 AI വന്നിട്ട് പോലും അരക്കുന്ന മെഷീൻ അഥവാ ഈ കാണുന്ന സാധനത്തിന്റെ ശബ്ദം കുറച്ച് കുറഞ്ഞു എന്നല്ലാതെ തീരെ ശബ്ദമില്ലാത്ത സാധനം വന്നിട്ടില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതെല്ലാം കിടന്നിട്ട് അരക്കുകയും ചവക്കുകയും ഒക്കെ ചെയ്തിട്ടും പുറത്തേക്ക് അറിയിക്കാതെ നമ്മുടെ ഉള്ളിൽ ഇത് ചെയ്യുന്നവനാര്? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കണ്ണിലുണ്ടല്ലോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ക്യാമറകളുടെ ഏറ്റവും ശക്തമായ ക്യാമറകളുടെ ഫ്ലാഷ് ആണ് തന്നിട്ടുള്ളത്. ഒരു സാധനം കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ആ കാണുന്ന വൈറ്റ് വീട് നമ്മൾ കാണുന്നു. ആ വൈറ്റ് വീടിന്റെ ജനൽപാളി കാണുന്നു. ആ ജനൽപാളിയുടെ അടിയിൽ പെയിന്റിംഗ് അടിച്ചിട്ടില്ല എന്ന് 48 വയസ്സായിട്ടും ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയുണ്ടല്ലോ പടച്ചവൻ നമുക്ക് തന്ന കാഴ്ച, കണ്ണട വെക്കാതെ നമുക്ക് തന്ന കാഴ്ച. അത് പെയിന്റ് അടിച്ചിട്ടില്ലെന്നും ആ പെയിന്റ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഗ്രേ കളറാണെന്നും അതിന്റെ ഈ മൂലയിൽ ഒരു ചെറിയ കുത്തുണ്ടെന്നും ആ കുത്തിന്റെ ഇപ്പുറത്ത് ഒരു ബൾബിന്റെ ശിഖരമുണ്ടെന്നും ഇവിടെ നിന്ന് കാണുന്നത് പോലെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാനുള്ള ശേഷിയും തന്ന് അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സൂര്യനെ കാണാനുള്ള ശേഷിയും തന്ന് ഇത്ര ശേഷികളെല്ലാം നമുക്ക് തരുന്നത് ലക്ഷക്കണക്കിന് ക്യാമറകൾ നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തത് കൊണ്ടാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നില്ലേ? ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ലേ? ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത്. ആ വിശ്വാസമില്ലാതെ എന്നിട്ട് നമ്മൾ പോയിട്ടും കാര്യമില്ല. അള്ളാഹുവിലായിരിക്കണം നമ്മൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അള്ളാഹുവിൽ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഫാത്തിഹ നമ്മൾ ഓതുന്നു, അറ്റ്ലീസ്റ്റ് 17 പ്രാവശ്യമെങ്കിലും ഓതുന്നു. ആ 17 പ്രാവശ്യം ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയുമ്പോ എന്താണ് ഈ സർവ്വലോകം? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും മലമൂത്തും മാലമുൽ അംറും മാലമുൽ മിസാലും മലഉൽ അലയും എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലക്കുകളുടെ വലിപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇതിനെയെല്ലാം അധിപനായി കൊണ്ട് നടക്കുന്ന അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അള്ളാഹുവിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കേണ്ടത്. ആ അള്ളാഹുവിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തേണ്ടത്. ഇന്ന് അല്ലാഹുവല്ലാത്ത എല്ലാം നമ്മുടെ ചർച്ചയാണ്. ആ ചർച്ചയുടെ പ്രകാശകിരണങ്ങൾ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മലക്കിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വലിപ്പം ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് 600 ചിറകിന്റെ വലിപ്പമാണ്. 600 ചിറകുകളുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. അതിൽ ഒരു ചിറക് വിരിക്കുമ്പോഴേക്കും ആകാശം മൂടിപ്പോകുമെന്ന്. അത്രയും വിശാലതയിലുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് റസൂൽ ചോദിക്കാണ്, നിങ്ങൾ എന്റെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ അള്ളാഹുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് 600 ചിറകുകളും പടച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, എനിക്കും എന്റെ അള്ളാഹുവിനും ഇടയ്ക്ക് 70 പ്രകാശത്താലുള്ള മറകളുണ്ട്. അതിൽ ആദ്യത്തെ മറയിൽ ഞാൻ പോയി തൊട്ടാൽ ഐ വിൽ ബേൺ, ഞാൻ കരിഞ്ഞില്ലാതെയായി പോകുമെന്നാണ്. അഥവാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിഞ്ഞില്ലാതെയായി പോകും. ഇത്രയും വലിയ പ്രകാശദാവല്യത്തിന്റെ പേര് കൂടിയാണ് അല്ലാഹ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു തന്നെ പറയാണ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രജ്വല പ്രകാശമാണ് അല്ലാഹ്. ആ പ്രകാശത്തിലേക്ക് ഏത് മലക്ക് വന്നാലും കരിയും, ഏത് ജിന്ന് വന്നാലും കരിയും, ഏത് മനുഷ്യൻ വന്നാലും കരിയും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടത്, ഈ അല്ലാഹുവിലേക്ക് നമ്മൾ ചെന്ന് ചേരേണ്ടത്. ഈ അള്ളാഹു പറഞ്ഞയച്ച 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 4 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഈ പറയുന്നത്. 4 വഴികളാണ് നമ്മളെ പഠിപ്പിച്ചത്.
ആ 4 വഴികളാണ് നമ്മൾ റമദാനിൽ കൊണ്ട് നടക്കേണ്ടത്. അതിൽ എത്രത്തോളം നമുക്ക് പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്പർ 1, എല്ലാ പ്രവാചകന്മാരും ചെയ്യുകയും എല്ലാ പ്രവാചകന്മാരും തന്റെ വഫാത്ത് വരെ ചെയ്യുകയും ചെയ്ത, നിലനിർത്തുകയും ചെയ്ത എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹു എടുത്തു പറഞ്ഞ ഒന്നാണ് പ്രബോധനം. അതാണ് ദഅവത്ത്. നമ്മൾ എത്ര പേര് ചെയ്യുന്നു എന്ന് നമ്മൾ സ്വന്തം ആലോചിച്ച് നോക്കേണ്ടതാണ്. ദഅ സക്കരിയ, ദഅ യഹ്യ, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വിശ്വാസം ആദ്യം പഠിപ്പിച്ചത് സഹാബാക്കൾക്ക് ദഅവത്താണ്. തെളിവ് ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യത്തെ ദിവസം വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പോയിട്ട് അന്നത്തെ ദിവസം 10-12 ആളുകളെ കൊണ്ടുവന്നു. അതിൽപ്പെട്ടതാണ് തൽഹ, സുബൈർ, എല്ലാ റളിയല്ലാഹു തആല അൻഹും. അവരെല്ലാവരും വന്നു. അതിനുശേഷം പിന്നീട് നടന്ന് പിന്നെയും കുറെ ആളുകളെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തായിന്നറിയോ? പ്രബോധനം ചെയ്തത് കൊണ്ട്, ആദ്യത്തെ പ്രബോധകനായതുകൊണ്ട്, സഹാബാക്കളിൽ ആദ്യത്തെ പ്രബോധകനായതുകൊണ്ട് എല്ലാ സഹാബാക്കളും ഇപ്പുറത്ത് നിന്നാലും ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ ഇപ്പുറത്ത് നിന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഭാരം കൂടും, അഥവാ ഈമാന്റെ ഭാരം കൂടും എന്നാൽ ആ ഒരു വല്ലാത്ത ഒരു ലോകത്തിലേക്ക് കടന്നു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ സഹാബാക്കളും എന്റെ ഈ താഴ്വാരത്ത് വന്ന് നിൽക്കുകയും ദാ ആ കാണുന്ന മലയിൽ എന്റെ അബൂബക്കർ നിൽക്കുകയും ചെയ്ത റളിയല്ലാഹു തആല ആ അബൂബക്കറിന്റെ കൂടെയായിരിക്കും ഞാൻ ചെന്ന് നിൽക്കുക എന്ന്. കാരണം അവ്വലു മൻ ആബന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ യുദ്ഖിലു മഈ ഇലൽ ജന്നതി യൗമൽ ഖിയാമത്തി അബൂബക്കർ. ആദ്യം എന്നെ കൊണ്ട് വിശ്വസിച്ചത് എന്റെ അബൂബക്കറാണ്. ആദ്യം എന്നിലേക്ക് ആളുകളെ ക്ഷണിച്ചത് എന്റെ അബൂബക്കറാണ്. ആദ്യം എന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതും അബൂബക്കറാണ്. ആദ്യം എന്നെ കൊണ്ട് സിദ്ദീഖ് അഥവാ സത്യം ചെയ്തതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്തുവോ അതിന്റെയും പ്രതിഫലം പോകും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു വിഹിതം. കാരണം ആദ്യത്തെ പ്രബോധകനാണ്, ആദ്യത്തെ വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ അഞ്ചന്മാരെ, നമ്മുടെ ജ്യേഷ്ഠന്മാരെ അവർക്ക് മാതൃകയായി നമ്മൾ നിന്ന് കൊടുക്കലും ദഅവത്താണ്. ഇപ്പൊ ഇതിലൊരു ജ്യേഷ്ഠനുണ്ടെന്ന് വെക്കുക. ചില അഞ്ചന്മാര് പറയും കാക്കാനങ്ങൾ അങ്ങനല്ലേ പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാക്ക നിസ്കരിക്കുന്നത് കാണുന്നില്ല, ഇക്കാക്ക നിസ്കരിക്കുന്നത് കണ്ടാലല്ലേ അഞ്ചന്മാർ നിസ്കരിക്കുള്ളൂ. അപ്പൊ അഞ്ചന്മാര് കാക്കാനെ കണ്ട് പഠിച്ചാൽ അതൊരു പ്രബോധനമാണ്, അതൊരു ദഅവത്താണ്. ആ ദഅവത്താണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നടപ്പിലാക്കേണ്ടത്. രണ്ടാമത്തത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ വിചാരാകെ ഇബാദത്തേ ഉള്ളൂ ഈ ലോകത്തിൽ നിന്ന്. മൂന്നാമത്തത് തഅലീം, തഅല്ലും, ഖുർആൻ പഠിക്കലാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ സഹോദരിമാരോടും ഞാൻ പറയും, എന്റെ ഒരു സുഹൃത്തുണ്ട്, ബാബ എന്നാണ് അവന്റെ പേര്. ബാബ ഞങ്ങൾ നാട്ടിലൊക്കെ വിളിക്കാം. ഓരോ വർഷത്തിലും 4000 ആൾക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓൺലൈൻ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നാളെ അതിന്റെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. എല്ലാവരും നെക്കാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ സഹോദരിമാരൊക്കെ ഇരിക്കുന്ന മതി. 59 വയസ്സായ ഒരു സ്ത്രീ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹിഫ്ള് ചെയ്തിട്ട് ആ സ്ത്രീനെ ആദരിക്കുക ചടങ്ങുന്നുണ്ട്. അതിന് 58, 59 വയസ്സായി. എന്നിട്ട് ഇപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് ഹിഫ്ള് ചെയ്തിരിക്കണം. ഈ ബാവ പഠിപ്പിച്ചു കൊടുത്തതാണ്, പഠിക്കേണ്ട ട്രിക്കിലൂടെ പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മളിപ്പോ യാസീൻ ഓതിയാല് പിന്നിം ഇങ്ങനെ മുബീൻ തെറ്റിക്കൊണ്ടിരിക്കും. പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. മരണ വീട്ടിലൊക്കെ പോയ മല്ലാക്കാന്റെ കൂടെയാണ് കൂടുതലാണ്. കാരണം ഒലിബ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് മുബീനഞ്ഞ് വരുന്നത് നമുക്കറിയില്ല, മറന്നുപോയല്ല. മയ്യത്ത് നിസ്കാരം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ സ്വന്തം വാപ്പ മരിച്ചു കഴിഞ്ഞാല് അവിടെ ആരാണ് അതിനെപ്പറ്റി നല്ലോണം അറിയുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുക ഇമാമത്തിന്റെ ഉപ്പാന്റെ മയ്യത്ത്. വാപ്പയുടെ മയ്യത്ത് നിൽക്കേണ്ടത് മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചു. അല്ലാതെ ആരെങ്കിലും പിടിച്ചു നിർത്തലല്ല. തങ്ങന്മാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പ്രധാനം തന്നെ അവരൊക്കെ. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും വലിയ പ്രധാനി സ്വന്തം മകനാണ്, മക്കൾക്ക് സ്വന്തം പിതാവാണ്. അപ്പൊ എന്തായിരിക്കും കാരണം? എല്ലാ ദുആയും മറന്നുപോയിട്ടുണ്ടാവും, മയ്യത്ത് നിസ്കാരം എങ്ങനെയെന്ന് മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ ദീന് പഠിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം ഖിദ്മത്താണ്, ആളുകൾക്ക് സേവനം ചെയ്യലാണ്. വഴിയിലുള്ള ഒരു സാധനം എടുത്തിടലും ഖിദ്മത്താണ്. പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും ദാനം കൊടുക്കലും ഖിദ്മത്താണ്.
എല്ലാം ഖിദ്മത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഒന്നുകിൽ മനുഷ്യന്റെ ജീവിതം ദഅവത്തായിരിക്കണം. ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിന്റെ ദഅവത്താണ്. ഞാൻ നിങ്ങളെ ആളുകളെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ദൗത്യം അവിടെ പൂർത്തിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺസിഡർ ചെയ്തേക്കാം. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വന്തം മനുഷ്യന്മാരെ ദഅവത്ത് ചെയ്യണം. സ്വന്തം പെങ്ങന്മാര് മോശത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യലടി മോളെ എന്ന സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരാങ്ങളെ ഉണ്ടായിരിക്കണം. ആങ്ങളെ ഏതെങ്കിലും രൂപത്തിലേക്ക് പോകുമ്പോൾ മോനെ നീ അങ്ങനെ പോവല്ലടാ എന്ന് പറയുന്ന ഒരു പെങ്ങളുണ്ടാകണം. സ്വന്തം മക്കളെയെല്ലാം സ്നേഹത്തോടെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദീനിയായി മാറണേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉമ്മയുണ്ടാകണം. ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണം? പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊന്നും എന്റെ കർത്തവ്യമല്ല എന്ന് വിചാരിച്ച് തസ്ബീഹ്മാല മറിച്ചുകൊണ്ടിരിക്കൽ. പണ്ടൊക്കെ അമ്മായിമ്മമാര് എന്ന് പറയുന്ന ആൾക്കാർ തസ്ബീഹ്മാല മറിച്ചുകൊണ്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അനക്ക് ഞാൻ കാണിച്ചുതരാം എന്നാലും ഒരുപാട് ചീത്ത അറിയുകയും പിന്നീട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്ന പഴയകാല ഉമ്മമാരെ പറ്റി പറയാറുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. ഇബാദത്ത് ഇങ്ങനെ ചെയ്യുകയും അഖലാഖ് തീരെ മോശമാവുകയും ചെയ്യുന്നു. അത് പറ്റൂല. ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് ഇരുത്തിയിട്ട് വേണം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കാൻ പറ്റണം. ഏതാ സ്നേഹം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇതിൽ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് വഫാത്തായത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധഭൂമികയിൽ വീണുപോയത് എന്ന് അറിയുന്നവരൊന്ന് കൈപ്പൊക്കാമോ? ആരെങ്കിലും ഉണ്ട്? അബൂ ദുജാന റളിയല്ലാഹു തആല ഈ ലോകത്തോട് എങ്ങനെ വിട പറഞ്ഞു എന്നറിയുന്നവർ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കട്ടെ. ഇതാണ് നമ്മുടെ കഥ. കാരണം പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച എന്നാണ് അബൂ ദുജാന റളിയല്ലാഹു തആലനെ വിളിക്കുക. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഉഹുദിന്റെ രണാങ്കണം വരുന്നതിന് മുമ്പേ ജസ്റ്റ് സ്റ്റോറി ഒന്ന് കേട്ടു നോക്ക്. ഈ കഥ ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധം ഉണ്ടായതാണ്. ചെറിയ ബന്ധട്ടോ. ഈ കഥ ചെറുപ്പത്തിൽ കേട്ടത് മുതൽ അബൂ ദുജാന എനിക്ക് പേരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നു എന്ന് എനിക്കൊരു മോഹമുണ്ടായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്കൊരു മോള് ജനിച്ചപ്പോ ഞാൻ അവൾക്കിട്ട പേര് ദുജാന എന്നാണ്. ഫാത്തിമ ദുജാന മെഹജബിൻ. അപ്പൊ ദുജാന എന്ന് അവൾക്ക് പേരുണ്ടാകുമ്പോ എന്നെ വെറുതെ എനിക്ക് സ്വന്തത്തിലെങ്കിലും വിളിക്കാലോ. അബൂ ദുജാന എന്ന്, ദുജാനയുടെ പിതാവ് എന്ന്. കാരണം അബൂ ദുജാന റളിയല്ലാഹു തആല അത്രയും പ്രധാനപ്പെട്ട സഹാബിയാണ്. ഇനി നിങ്ങൾ വളരെ വളരെ ശ്രദ്ധാപൂർവം ഈ കഥയൊന്ന് ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് കേൾക്കണം. അബൂ ദുജാന റളിയല്ലാഹു തആല ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി. ഏത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവ്വലു മൻ ആമന ബി അബൂബക്കർ എന്ന് ആദ്യമായി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൈ ഇങ്ങനെ പിടിച്ച് കുലുക്കിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി അബൂ ദുജാന? അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അമീറുൽ മുഅ്മിനീൻ, അന്ന് അമീറുൽ മുഅ്മിനീൻ ആയിട്ടില്ലെങ്കിലും പറയണം അബൂബക്കർ സിദ്ദീഖ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൈ എത്ര ഭാഗ്യം ചെയ്ത കൈയാണ്. നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്. നിങ്ങളുടെ തോളത്ത് കൈയിട്ടുണ്ടല്ലേ നടക്കുന്നത്. നിങ്ങളെയല്ലേ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇത്രയും വലിയ ഒരു സഹാബിയല്ലേ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ കുറിച്ചല്ലേ പേര് വന്നത്. ഇത് യഖൂലു ലിസാഹിബി, നിന്റെ സാഹിബിനോട് നീ പറഞ്ഞ സന്ദർഭമെന്ന് സഹാബി എന്ന് നിങ്ങളെ കുറിച്ച് മാത്രമല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരാളെ പേരെടുത്തിട്ട് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സാഹിബ് എന്നാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചത്. ഇത് യഖൂലു ലിസാഹിബി, നിങ്ങളുടെ സാഹിബിനോട് നിങ്ങൾ പറഞ്ഞപ്പോ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട അബൂബക്കറെ, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ടെന്ന് സൗർ ഗുഹയിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് വന്നത് നിങ്ങളെ കുറിച്ചല്ലേ. നിങ്ങളെ കുറിച്ച് സഹാബി എന്ന് അല്ലാഹു പോലും വിളിച്ചില്ലയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഇതിങ്ങനെ വാഴ്ത്തി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കാണ്, അബൂ ദുജാന നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അബൂ ദുജാന എന്ന് പറഞ്ഞപ്പോ
അബൂ ദുജാന റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടത്, എനിക്ക് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ആലിംഗനം ചെയ്യണം. അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ്, ഒരു ആഗ്രഹമാണ്. കാരണം അബൂ ദുജാന കറുത്ത ഒരു സഹാബിയാണ്, അടിമയെ പോലെ നടക്കുന്ന സഹാബിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പോകാൻ തന്നെ ഒരു മടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ പ്രകാശദാബല്യമാണ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, ചന്ദ്രനെ പോലെ ചന്ദ്രമുഖമുള്ള എന്നൊക്കെ നമ്മൾ പിന്നെ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പോകാൻ തന്നെ മടി. അബൂ ദുജാന റളിയല്ലാഹു തആല പറയാണ്, ചിലപ്പോൾ സംസാരിക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ മെല്ലെ മുഖം താഴ്ത്തിക്കളയും. അത്രയും അപകർഷതാബോധത്തിന്റെ സഹാബി കൂടിയാണ് അബൂ ദുജാന റളിയല്ലാഹു തആല. ആ സഹാബിയ പറഞ്ഞത്, എനിക്ക് റസൂലുള്ളാഹി ഒന്ന് അണഞ്ഞൂട്ടി പിടിക്കണം, ഒന്ന് മുആനക ചെയ്യണം, അതിന്റെ ഒരു ആഗ്രഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആഗ്രഹത്തിനെ സഫലീകരിച്ചു തരട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തിന് സഫലീകരിച്ചു തരട്ടെ. അതൊരു വല്ലാത്ത പ്രാർത്ഥനയായി. ആകാശത്തിന്റെ കിരീടം, ആകാശത്തിന്റെ ആ വലിയ സിംഹാസനം അല്ലാഹു കുലുക്കി എന്നതിന്റെ അർത്ഥമാണ്. ആ ഒരു ദുആ ഉണ്ടല്ലോ, ആ പ്രാർത്ഥന, അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്തു. ഉഹുദിന്റെ രണാങ്കണം വന്നപ്പോ ശത്രുപക്ഷത്തിലെ ആരോ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാകും, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചൊല്ലിയതാണ് കേട്ടോ. സഹാബി ശത്രു പറഞ്ഞു, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു, ഇന്നി ഖതൽതു മുഹമ്മദ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. അത് യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. ഓരോ ആളുകളും ഛിന്ന ഭിന്നമായി ഓടി പല ഭാഗത്തേക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് ആളുകൾക്ക് തോന്നിപ്പോയി. ഈ വിളിച്ചു പറയുന്ന ആള് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, കാരണം അത് ശത്രുപക്ഷക്കാരെ ഏൽപ്പിച്ച ആളാണ്. ഇന്നി ഖതൽതു മുഹമ്മദ, ഇന്നി ഖതൽതു മുഹമ്മദ, ഇന്നി ഖതൽതു മുഹമ്മദ. ആളുകൾ ഛിന്ന ഭിന്നമായി ഓടാൻ തുടങ്ങി. ഓടിയ ഭാഗത്തേക്ക് പലരും ഓടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്യാ നബിയുടെ തല ഛേദിച്ചതുപോലെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഈർച്ചവാള് കൊണ്ട് ഈർന്ന് വധിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ റസൂലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയോ എന്ന് ആൾക്കൂട്ടത്തിൽ കാണാനില്ലാതെ ശത്രുപക്ഷത്തിന്റെ കൂട്ടത്തിലേക്കും മധ്യത്തിലേക്കും മെരച്ചു കയറി പല ഭാഗത്തേക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി ഇങ്ങനെ കിടന്നോടുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല നോടാണ്, ഐനർ റസൂൽ, ഐനർ റസൂൽ, ഫൈനർ റസൂൽ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ. അങ്ങനെ ഓടി ഒരു കുഴിയുടെ ഭാഗത്തെത്തിയപ്പോ ഒന്ന് രണ്ട് സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ശത്രുപക്ഷക്കാരെ അമ്പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ കവിളിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഇല്ല, ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല മനസ്സിലായി. ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു ഭാഗത്തുനിന്ന് രണ്ടാളുകൾ അമ്പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആളൊന്ന് മാറിയാൽ ഉന്നം തെറ്റാതെ വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമേനിക്ക് നേരെ ഇതാ ഇപ്പോ അമ്പ് വരുമെന്ന് കണ്ടപ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല ഓടുകയാണ്. ഓടി ചെന്നിട്ട് ആ പഴയ രംഗം കൂടി നിങ്ങൾ ആലോചിക്കണം. അബൂബക്കറെ, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ മോഹമുണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മോഹമുണ്ട് അബൂബക്കറെ എന്ന് പറഞ്ഞപ്പോ കൈ പൊക്കിക്കൊണ്ട് അല്ലാഹു അത് സഫലീകരിച്ച് തരട്ടെ എന്ന് പറഞ്ഞില്ലേ. ആ ഒരു അവസ്ഥയിലേക്ക് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിക്കാൻ ഒരു ചരിത്രത്തിന്റെ ഭാഗം, ചരിത്രവും തമ്മിൽ യോജിച്ച ഭാഗം. അഥവാ അന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല കുപ്പായം ധരിച്ചിരുന്നില്ല. പടു ആയിട്ടുള്ള ആള്, അഥവാ പാവമായിട്ടുള്ള ആള്, ഒന്നിനും പറ്റാത്ത ആള്, അഥവാ തന്റെ ശരീരം കാണിച്ചുകൊണ്ട് വെറും പുൽക്കിന് താഴെ മാത്രം ഡ്രസ് എടുത്ത അബൂ ദുജാന റളിയല്ലാഹു തആല അണഞ്ഞു കുട്ടിപ്പിടിക്കുമ്പോ ഉസാസമയുടെ കബീസ് കീറിയിരുന്നു. ഉസാസമയുടെ ചെസ്റ്റുമായി യോജിക്കുന്ന ഒരു രംഗം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കളപുരണ്ട, അല്ലെങ്കിൽ ഈ കാണുന്ന രക്തം പുരണ്ട ശരീരവും തമ്മിൽ ഒട്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഈ അമ്പയും ആളെ നോക്കിക്കൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുണ്ട് ചരിത്രത്തിൽ, അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി അബൂ ദുജാനക്കൊന്നും നോക്കാനില്ല എന്ന്. അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി അബൂ ദുജാനക്കൊന്നും നോക്കാനില്ല. അമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹിനെ അണഞ്ഞൂട്ടിപ്പിടിച്ച് അമ്പ് വരുന്ന ഭാഗത്തേക്ക് തന്റെ പുറം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പുറം കാണിക്കുന്നു. ഒരു മുടിമാരിടക്ക് പോലും എന്റെ റസൂലുള്ളാഹിക്ക് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, അബൂ ദുജാന
ഖുസാന മാറില്ല. അപ്പോഴും നല്ല ചെവിയിൽ മന്ത്രിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൈകൾ തളരുന്നുണ്ട്, കാലുകൾ തളരുന്നുണ്ട്, നിങ്ങളെ വിടില്ല ഞാൻ. നിങ്ങളുടെ ഒരു രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല റസൂലേ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ശരീരത്തോട് ചേർന്ന് നിന്ന് ആവനാഴിയിലെ അമ്പുകൾ തീരും വരെ തന്റെ പുറത്ത് അമ്പുകൾ ഏറ്റുവാങ്ങിയ, അങ്ങനെ ഈ ലോകത്തിൽ തളർന്നില്ലാതെയായ സഹാബിയുടെ പേരാണ് അബൂ ദുജാന റളിയല്ലാഹു തആല. ആ അബൂ ദുജാന റളിയല്ലാഹു തആലയെ പോലെ വിശ്വാസത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. തനിക്കെന്തെങ്കിലും ശരി, തനിക്കൊന്നുമില്ലെങ്കിലും ശരി, തനിക്കെന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, എനിക്കെന്റെ അല്ലാഹു മതി, എനിക്കെന്റെ അല്ലാഹു മതി, പിന്നെ അല്ലാഹുവിന്റെ റസൂലും മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹമായിരിക്കണം നമുക്ക് ഓരോരുത്തരോടും ഉണ്ടാകേണ്ടത്. ആ സ്നേഹത്തിന്റെ ഒരു മറുവശമുണ്ട്. ഇന്ന് വർഗീയതകളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഹൈന്ദവരും മുസൽമാനും മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിലാണ്. ഓരോരുത്തരും പരസ്പരം യുദ്ധങ്ങൾ ചെയ്യാൻ മനസ്സുകൊണ്ടെങ്കിലും യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ അവിടെയും നമ്മൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കണം. എന്തിനാണെന്നറിയോ? വഫാത്താകാൻ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ലോട്ടയും തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും ഒരു പാവം ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയാണ്. ഇത് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മരുമകനാണ്. മദീന കണ്ട ഏറ്റവും വലിയ മരുമകൻ കൂടെയുണ്ട്. അന്ന് സഹാബാക്കളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഏറ്റവും വലിയ സമ്പന്നനാണ്. ഇവരൊക്കെ ഉണ്ടായിരിക്കെ ഇത് കൊണ്ടുപോയി കൊടുത്തത് ജൂതന്റെ വീട്ടിലാണ്. എന്നിട്ട് പറഞ്ഞു, അതിന് പകരമായി എന്തെങ്കിലും ഒന്ന് തരാൻ. വഫാത്തിനോട് അടുത്ത സമയം ആലോചിച്ച് നോക്കണം നമ്മൾ. ഇത് സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, അയൽവാസി ആരായിരുന്നാലും അദ്ദേഹത്തെ മാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കണമെന്നും വഫാത്തിന്റെ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു എന്നതാണ്. നോക്കും, ഫത്ഹായ സമയത്ത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് എന്റെ സമൂഹത്തിൽ ഞാൻ അന്ന് തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് മദീനക്കാരായ അന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട്, അന്നത്തെ ജൂത സമൂഹത്തോട്, അന്നത്തെ വിശ്വാസമില്ലാത്തവരോട്, വിശ്വസിക്കുന്ന മുശ്രിക്കുകളോട്, ഇവരോടെല്ലാവരോടും കൂടിയിട്ട് മുസ്ലിം സമൂഹത്തിന് ഞാൻ അന്ന് കൊടുക്കുന്നതിനേക്കാൾ, അഥവാ ഏറ്റവും വലിയ നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സുകൊണ്ട് കാത്തു സൂക്ഷിക്കണം. ഒരു മനുഷ്യരോടും വർഗീയത പാടില്ലെന്ന് അഥവാ വർഗീയവാദികൾ നശിച്ചു പോകട്ടെ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഗീയതയുടെ ലാഞ്ചന പോലും നിങ്ങൾ ഉണ്ടാകരുതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ഈ പ്രവാചകൻ യുദ്ധം ചെയ്തില്ലേ എന്ന്, എന്നിട്ടും ഈ പ്രവാചകൻ വാളുകൊണ്ട് ഏറ്റുമുട്ടിയില്ലേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ സാഹചര്യം നമ്മൾ അറിയണം. മക്കയിൽ നിന്ന് പാവം സഹാബാക്കളോടൊപ്പം കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോന്നു. അറിയാലോ നിങ്ങൾക്ക് ഹിജ്റ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. അവിടുന്ന് മദീനയിലേക്ക് എത്തി. മദീനയിലെത്തിയിട്ട് പിന്നെയും ആൾക്കാരിങ്ങനെ കടന്നിട്ട് തുളുങ്കാൻ, വല്ലാണ്ട് ആക്രമിക്കാൻ. ആ സമയത്ത് പിന്നീട് ഒരു അവസരം വന്നപ്പോ അവരൊന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടി പോയി. അതല്ലാതെ ഏതെങ്കിലും ആളുകളെ കടന്നാക്രമണം നടത്തിയ ഒരു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയില്ല. ഇങ്ങോട്ട് വരുമ്പോ ചെറുത്ത് നിൽക്കണ്ടേ? ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വേണ്ടി പാകിസ്ഥാൻ വരുമ്പോ, ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ചൈന വരുമ്പോ നമ്മൾ ഏറ്റവും ശക്തമായി നിൽക്കണ്ടേ? മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത്, മലപ്പുറം ജില്ല രൂപീകരിച്ചത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും, പാലക്കാട് ജില്ലയിൽ നിന്നും, തൃശൂർ ജില്ലയിൽ നിന്നൊക്കെ കുറേശ്ശെ എടുത്തിട്ടാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ച പരാക്രിയം പറയല്ല. എന്നാൽ ആ മഹാനുഭാവനവും ഇവിടെ സ്മരിച്ചുകൊള്ളട്ടെ. മലപ്പുറം ജില്ല രൂപീകരിച്ച സമയത്ത് അന്ന് യുവാവായിരുന്ന, ഇന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ BJP പ്രവർത്തകൻ, അദ്ദേഹം RSSകാരൻ കൂടിയാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രസംഗിച്ചത്, ഇനി കോയയുടെ മക്കള് ഇതാ ഈ താമൂരും പരപ്പനങ്ങാടി കലപ്പുറത്തൊക്കെ കടപ്പുറത്തൊക്കെ പാകിസ്ഥാൻ കപ്പൽ കൊണ്ടുവന്ന് ഇറക്കുമെന്നാണ്. കോയ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി? CH മുഹമ്മദ് കോയ സാഹിബ്. കോയയുടെ മക്കൾ കൊണ്ടുവന്ന് ഇറക്കുമെന്നാണ്. ഞാൻ രാഷ്ട്രീയം പറയില്ല, വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ കൂട്ടത്തിലുണ്ടാകും. അന്ന് അടൽ ബിഹാരി വാജ്പേയി എന്നറിയപ്പെടുന്ന കവിയും പ്രഭാഷകനുമായ മനുഷ്യന് CH മുഹമ്മദ് കോയ സാഹിബ് കൊടുത്തൊരു മറുപടിയുണ്ട്.
അങ്ങനെ എങ്ങാനും പാകിസ്ഥാന്റെ പടക്കപ്പലുക മലപ്പുറം ജില്ലയിലെ താനൂരിലും ഈ പറയുന്ന പരപ്പനങ്ങാടിയിലും അപ്പുറത്തെ തിരുവനന്തപുരമൊക്കെ വന്നിറങ്ങിയാൽ ഒരിക്കലും ഇന്ത്യയുടെ സൈന്യം പോലും വേണ്ടി വരില്ല. കോയയുടെ മക്കൾ പാകിസ്ഥാന്റെ കപ്പലിനെ ഇതായി കടലിൽ ആഴ്ത്തിക്കളയും. അതാണ് ഞങ്ങളെന്ന് അന്ന് വിളിച്ചു പറഞ്ഞ മഹാനുഭാവന്റെ പേര് കൂടിയാണ് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന്. അതുകൊണ്ട് ശത്രുപക്ഷക്കാര് വരുമ്പോ ഇന്ത്യയുടെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെ സമരമുഖമാണ്. ഇതേപോലെ അന്ന് മദീനയെ ആക്രമിക്കാൻ വന്നവരോട് എതിരേറ്റു എന്നത് സത്യമാണ്. അതൊരു രാഷ്ട്രത്തലവൻ ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് വേറെ കോലത്തിലേക്ക് കൊണ്ടുപോകല്ലേ. അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളെ കൊന്ന സൈനബ് റളിയല്ലാഹു തആല കുന്തം കൊണ്ട് പിന്നെ കുത്തിയിട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ബൈ ദ സെയിം റീസൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളുടെ ഘാതകനെ മക്കം ഫതഹിന്റെ അന്ന് എല്ലാവരും കൂടി ചങ്ങലയിൽ ബന്ധിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. ചരിത്രം വായിച്ചു നോക്കി നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മകൾ സൈനബിനെ കൊന്ന ഘാതകനെന്ന് ഫാത്തിമ മനുഷ്യനെ നോക്കി. ആനി ബസന്റ് ബുദ്ധിമതിയായ ബുദ്ധിയാർത്ഥ ഇന്ത്യയുടെ ആനി ബസന്റ് പിന്നീട് ഇന്ത്യ വിട്ടു പോയെങ്കിലും ആനി ബസന്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് പകരമായ ഒരു രംഗം ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏത് രംഗം അറിയാം? തന്റെ ഘാതകനെ, മകളുടെ ഘാതകനെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ഫാത്തിമ പറയാണ്, നിങ്ങൾക്ക് പോകാം, എനിക്ക് നിങ്ങളോടൊരു വൈരാഗ്യവുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ്. ഇങ്ങനെ പറഞ്ഞ ഏത് ലോക നേതാവാണ് ഈ ലോകത്തിലുള്ളത്? സ്വന്തം മകളെ കൊന്ന ഘാതകനെ കൊണ്ടുവന്നിട്ട് ജഡ്ജിയാണ്, ഭരണാധികാരിയാണ്, എല്ലാമാണ് അവിടെ. വിധിക്കാനെല്ലാം വിശ്വാസങ്ങൾക്കറിയാം. എന്നിട്ടും കൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ വിശ്വാസത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമതായി ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാൻ അധികം സമയം മുന്നോട്ട് പോകില്ല, വളരെ കുറഞ്ഞ സമയം നിങ്ങളൊന്ന് കേൾക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇബാദത്തിലായിക്കൊണ്ട് നമ്മൾ കഴിയില്ല. ഈ വിശ്വാസ പ്രമാണം നമുക്ക് ശരിയായാൽ ഏത് ചിത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയായ അള്ളാഹുവിലേക്ക് തിരിയലും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കലും ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നറിയോ? ഇത് ഈമാനിയാത്ത് എന്നാ പറയാ. പിന്നെ നമ്മുടെ ഇബാദത്തുകളാണ്. റമദാൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ഏതെന്നറിയുമോ? റമദാനിൽ മാത്രം നടക്കുന്ന ചില ഇബാദത്തുകളുണ്ട്. അതൊന്നും നോമ്പാണ്. ആ നോമ്പിന് നിഷ്കർഷയോടുകൂടി ചെയ്യാൻ നമുക്ക് പറ്റണത് എല്ലാവരും ചെയ്യുന്നവരാണ്. പക്ഷെ നോമ്പെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഈ നോമ്പെന്ന് പറയുന്നത് വിശന്നിരിക്കലാണ് എന്ന്. കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്. ശാസ്ത്ര പറഞ്ഞു, എത്രയെത്ര എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് പൈതാഹം സഹിക്കുന്നു എന്നതല്ലാതെ അവർക്ക് യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല. ഇത് ക്രൂരമായ വാക്കൊന്നുമല്ല. തന്റെ കണ്ണുകൾക്ക് നോമ്പുണ്ട്, തന്റെ കാതിന് നോമ്പുണ്ട്, തന്റെ നാക്കിന് നോമ്പുണ്ട്. മോശപ്പെട്ടത് പറയാതിരിക്കുക, ഈബത്തും നമീമത്തും പറയാതിരിക്കുക, മോശമായ കാഴ്ചകൾ കാണാതിരിക്കുക, മോശമായി സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ എല്ലാം നോക്കുമ്പോഴേ നോമ്പാകൂ. അപ്പോഴേ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാനും പറ്റും. നോമ്പെന്തിനാണ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലാഹ മഅസ്സായിമീൻ എന്ന് ഖുർആനിൽ എവിടെയുമില്ല. ഞാൻ നോമ്പുകാരോടൊപ്പമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്, മുമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് വിശുദ്ധ ഖുർആൻ. ലഅല്ലക്കും തത്തഖൂൻ. നോമ്പെന്തിനാണ്? For what purpose? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തഖ്വയുള്ളവരാകണം. ആ തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം നോമ്പ് നല്ല രീതിയിൽ ചെയ്യണം. അപ്പൊ നോമ്പിന്റെ മുമ്പ് ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ 2 ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നനച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? നമ്മളെന്തായാലും പറയാം, വീടൊക്കെ വൃത്തിയാക്കി കഴുകുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ നനച്ചുകൂടി എന്നാ പറയാം. ഇപ്പൊ വീടിന്റെ ഡോറ് കറക്റ്റ്, ജനല് കറക്റ്റ്, വീടൊക്കെ ശുദ്ധിയായി. പക്ഷെ നമ്മള് ഹൃദയം അങ്ങനെ തന്നെ കിടക്കുന്നു. ഹൃദയം അമ്മായിമനേറ്റുള്ള പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ട്. അത് ഇതുവരെ നമ്മൾ മോപ്പിട്ട് കഴുകിയിട്ടുണ്ടാവില്ല. പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, അവരായിട്ടുള്ള ചെറിയ ഇഷ്യൂ അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നിട്ടാണ് നമ്മൾ നോമ്പിലേക്ക് കടക്കുന്നത്. അത് നോമ്പിന്റെ മുമ്പ് ഇതെല്ലാം ഒഴിവാക്കണം. അത് ഹജ്ജിന് വേണ്ടി കാത്തിക്കണം. പാവങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹജ്ജും കൂടിയാണ് ഈ നോമ്പിന് ജുമാഅത്താന്ന് മനസ്സിലാക്കുക. അവർ നമ്മൾ നല്ല വൃത്തിയുള്ള ഹൃദയത്തോടു കൂടി നോമ്പിലേക്ക് കടക്കുക. നോമ്പിലേക്ക് സുന്ദരമായി കടന്നിട്ട് എല്ലാവർക്കും പുറത്തു കൊടുത്ത്, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട്
ചീത്ത അറിയുന്നുണ്ടെങ്കിൽ മെസ്സേജ് എങ്ങനെ അയച്ചില്ല. ഇപ്പൊ എളുപ്പമല്ല മാപ്പ് വയ്ക്കാൻ, വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്താക്കണം നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അയച്ചിട്ടാണ്. അത് അയാൾ കണ്ടെക്കണം. ബ്ലൂടിക്ക് ഇപ്പൊ ബ്ലൂടിക്കൊക്കെ എല്ലാവരും പൂത്തി വെച്ചിട്ടുണ്ട്, ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടെന്നെങ്കിലും നോക്കണം. എന്നിട്ട് നോമ്പിലേക്ക് എന്താക്കണം, കിടക്കണം. രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ, കുടുംബപരമായ വൈരാഗ്യം പറഞ്ഞിട്ടുള്ള അതിന്റെ പേരിൽ നമ്മൾ നോമ്പിലേക്ക് കിടക്കേണ്ടത് അങ്ങനെയാണ്. രണ്ടാമത്തത് നോമ്പ് എന്ന് പറയുന്നത് സുന്ദരമായിട്ട് കൊണ്ടുപോകുമ്പോ ഈ നോമ്പിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഇതുവരെ സക്കാത്ത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോമ്പിൽ അത് കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിരിക്കാം. നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കൊല്ലം മാസം പണ്ടം മാറ്റില്ല, ആഭരണം മാറ്റില്ല, അതല്ല ചെലവ്. അവനവന് കഴിയാനുള്ള വക കഴിഞ്ഞ് ബാക്കി എന്തൊക്കെയുണ്ടോ അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മളൊരു പറമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള പറമ്പാണെങ്കിൽ അതിന്റെ 2.5% കണക്കൂട്ടി കൊടുക്കണം. നമ്മുടെ കടകളിലെ, ഷോപ്പുകളിലെ എല്ലാ രീതിയിലുള്ള കടങ്ങളും ഇതൊക്കെ നോക്കിയിട്ട് ബാധ്യതകളില്ലാത്ത കമ്മിറ്റി സ്റ്റോക്കുകൾ എടുത്ത സ്റ്റോക്കിന് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കാനുണ്ടെന്നറിയാം. ഇല്ലെങ്കിൽ അതെല്ലാം മലീമസമാണ്. പറയുമ്പോ ഞാൻ പറഞ്ഞേച്ചു പോകും, നിനക്ക് അത്രയും കുറച്ച് ആൾക്കാരെങ്കിലും കിട്ടിയിട്ട് നീ ഇത് പറഞ്ഞില്ലയോ എന്ന് നാളെ മഹ്ശറയിൽ പഠിച്ചെന്ന് ചോദിക്കാതിരിക്കാൻ. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ആളുമല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന സുന്ദരമായ മൂല്യത്തിലൂടെ കടന്നു പോകുന്നു. ഒരു പ്രസ്ഥാനത്തിന്റെയും മെമ്പറല്ല. എല്ലാവരുടെ പരിപാടിക്കും ഞാൻ പോകാറുണ്ട്. കൃത്യമായി ഷാഫി മദ്ഹബ് അനുസരിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ആ മേഖലയോട് കടന്നു പോകുന്നു. എന്റെ ഉലമാക്കൾ ലോകോത്തര ഉലമാക്കളാണ്. ലോകത്തിൽ തഖ്വയോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യരെയും കുറ്റപ്പെടുത്താത്ത ഉലമാക്കളുടെ ശിഷ്യനായി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഉലമാക്കളെയും നമ്മൾ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒന്ന് നാളെ അല്ലാഹു ചോദിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ, 10 പവനിൽ കൂടുതലുള്ള ആഭരണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തർക്കങ്ങളൊക്കെ നമുക്ക് മാഷറവൻ സഭയിൽ കൊണ്ടുപോയി നാട്ടാക്കാം. ഇതിപ്പോ പറയാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് പറയാണ്, പറയുന്നോണ്ടൊന്നും തോന്നരുത്. 10 പവനാണ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കണക്കനുസരിച്ചിട്ടുള്ളത്. 10 പവനിൽ കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ ആഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 2% നിങ്ങൾ കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ അണിയുന്നത് അഗ്നിസ്ഫുലിംഗമാണ്, തീയാണ് ആഭരണമായി ധരിക്കുന്നത് എന്ന് പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ദേഷ്യം തോന്നും. അപ്പൊ എന്നെ പോലുള്ള ചില തരികിട ഉസ്താദുമാർ, ഞാൻ എന്നെ കൂട്ടിട്ട് പറയണം, നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ ഉസ്താദുമാരും കേട്ടോ, നല്ല ഉസ്താദുമാരെ കൂടുതലുള്ളൂ. നിങ്ങളത് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ റമദാൻ കണ്ട് ഇട്ട് ഇറങ്ങാൻ മതി, പെരുന്നാൾക്ക് അയച്ചാൽ മതി. അപ്പൊ അതെന്തായി, അത് ഉപയോഗിക്കുന്ന ആഭരണമായി എന്ന് പറഞ്ഞു തരും. പടച്ചോനെടുത്തേക്കാണ് ചെല്ലിങ്ങൾ. പടച്ചോനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാസം എടുത്തേക്കുക, പിന്നെ സക്കാത്ത് കൊടുക്കാനുള്ള സമയത്ത് ഇടുക. എന്നിട്ട് കഴിഞ്ഞാൽ പടച്ചോൻ ഇങ്ങനെ ഞാവതുമില്ല പൊട്ടനായിട്ട് ഇരിക്കുകയാണല്ലോ അവിടെ. നിങ്ങളെ കണക്കൂട്ടലൊന്നും അറിയാതെ കൃത്യമായിട്ട് കൊടുത്തേ പറ്റൂ. പെണ്ണുങ്ങളെ വിചാരം ഞങ്ങൾക്ക് സക്കാത്തൊന്നും കൊടുക്കാനില്ല എന്നാണ്. നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാണ്ട്, ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കും. ആ ഉപയോഗിച്ചതിന്റെ ലാഭം എടുത്ത് കൊടുക്കുക. അല്ലാതെ അങ്ങനെ 100 രൂപ വീട്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവച്ചിട്ട് കൊടുക്കാതെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തീക്കട്ടയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞേച്ചു പോവാൻ, ആരതിനെ എതിർത്താലും നാളെ യൂട്യൂബിൽ വന്നിട്ട് അതിന്റെ താഴെ അങ്ങനെയല്ലല്ലോ എങ്ങനെയെന്ന് പറഞ്ഞാലും ഞാൻ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഉലമാക്കൾ, എന്റെ അറിവിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഉലമാക്കളില്ല. ആ ഉലമാക്കൾ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ വാക്കല്ല, ഒരുപാട് ഉലമാക്കളുടെ പറ്റം ഒരു സംഘത്തിന്റെ വാക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 10 പവന്റെ അപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്തേ പറ്റൂ. അത് വെറുതെ പറ്റിക്കാൻ വേണ്ടി അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടെന്ന് പറയണ്ട. സക്കാത്ത് കൃത്യമായി നിങ്ങൾ കൊടുത്തേ പറ്റൂ. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നോക്കിക്കോ, നമ്മുടെ മക്കൾ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ട് പറയുന്നു, സക്കാത്ത് കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴികെട്ടു പോകുന്നത് മരണത്തിന് മുമ്പേ നമ്മൾ കാണേണ്ടി വരും. ആ തലമുറയിൽ ഒരുപാട് വഴികെട്ടു പോകുന്ന മനുഷ്യരുണ്ടാകുന്നത് നമ്മൾ കാണേണ്ടി വരും. നല്ല സ്വാലിഹായ ആളുകൾക്ക് മോശപ്പെട്ട പേരമക്കൾ ഉണ്ടാകുന്നത് നമ്മൾ കാണേണ്ടി വരും. കാരണം അവരുടെ രക്തത്തിലൂടെ ഒഴുകുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന സമ്പത്തിന്റെ അംശമെടുത്തിട്ട് നമ്മൾ തന്നെ ഉപയോഗിച്ചത്. മൂന്നാമത്തെ ഏറ്റവും വലിയ തഖ്വ വിശുദ്ധ ഖുർആനായിട്ട് നമ്മൾ ഏറ്റവും വലിയ ബന്ധമുണ്ടാക്കലാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. അതിലേക്ക് യൂട്യൂബിലേക്ക് പോകാം,
ഉസ്താദുമാര് പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്, അതിലേക്ക് പോകാം. ഒരു ഉസ്താദിനെ വെക്കാതെ ഒരിക്കലും ഖുർആൻ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ പോകരുത്. കാരണം അത് മൻസൂഖായ ആയത്ത് എന്താണ്, നുസ്ഖ് ചെയ്തത് ഏതാണ്, കംപ്ലീറ്റ് ആയത് ഏതാണ്, ഇതൊക്കെ പഠിക്കാൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അതെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, കാരണം അതിങ്ങനെ കോർവയായിട്ട് പറഞ്ഞതാ. ആ കോർവയുടെ കഥയെന്ത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ ഈ ലോകത്ത് നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകരുത്. നാളെ മഹ്ശറ വൻസഭയിൽ നീ ഇന്നതൊക്കെ പഠിച്ചില്ലേ? ഈ പറയുന്ന കൊറോണ വന്നപ്പോ നീ എന്തൊക്കെ ടെക്നോളജി പഠിച്ചു? നിങ്ങൾ യൂട്യൂബ് പഠിച്ചില്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയ പഠിച്ചില്ലേ? പൈസ എങ്ങനെയാണ് നെറ്റിലൂടെ അയക്കുക എന്ന് നിങ്ങൾ പഠിച്ചില്ലേ? അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കുക എന്ന് നിങ്ങൾ പഠിച്ചില്ലേ? എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അല്ലാഹുവിനാണെന്നും അവൻ അർ റഹ്മാൻ റഹീം, എന്താണ് റഹീം എന്നും എന്താണ് റഹ്മാൻ എന്നും, മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്നും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ചോദിക്കുകയും ചെയ്യുന്നു എന്ന മാത്രത്തിന്റെ അർത്ഥം എന്താണെന്നും, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങൾ നീ കൊണ്ടുപോകണമേ എന്നും, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ മാത്രം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, വലല്ലാലിൻ, നീ പിഴപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല, വഴിപിഴപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല എന്ന് പറയുമ്പോ ആരാണ് വഴിപിഴപ്പിച്ചവർ, ആരാണ് ഗളബ് അഥവാ കോപിച്ചവർ, ആരാണ് യഥാർത്ഥത്തിൽ നല്ല വഴിയിൽ പോയവർ? അതുകൊണ്ട് എന്താണ് ലോക ഹിസ്റ്ററിയിൽ കണക്കാക്കപ്പെടുന്നത്? ഇതെല്ലാം പഠിക്കാതെ ഈ ലോകത്ത് നിന്ന് പോകാൻ പാടില്ല. ഒരു ഹർദം തീർക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നേ. അത് നിങ്ങൾ തീർത്തോ, ഓരോ ഹർഫിനും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. പക്ഷേ എന്താണ് എന്റെ അല്ലാഹു എന്നോട് പറഞ്ഞത് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ? ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. സക്കാത്തിന് പുറമെ ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ പോയി കൊണ്ടുകൊടുക്കണം. ഇങ്ങോട്ട് വരാതെ കാത്തുസൂക്ഷിക്കുകയും വേണം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഫഖറുണ്ടാകും, ഒരു അഹന്ത, ആ പാവത്തിനൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. നേരെ മറിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ കണ്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്ത് അതിലൊന്നെടുത്ത് മൊബൈലിലൊന്നെടുത്തത് ഇന്നാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കല്ലേ. അതൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പായിട്ടൊരു പ്രചോദനത്തിന് വേണ്ടി ആകാമെന്നതല്ലാതെ പ്രചോദനത്തിന് വേണ്ടി മാത്രം രഹസ്യമായി നമ്മൾ കൊടുക്കൂ. നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ആ പാവങ്ങളെന്ന് മനസ്സിലാക്കൂ. പിന്നെ കൃത്യമായി സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിക്കൊള്ളട്ടെ, വളരെ ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്ന ചില ഔറാദുകൾ പറയാം. അതും കൂടി റമദാന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ പത്തിൽ, രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിലൊക്കെ ചെല്ലുന്നത് എന്താ നിങ്ങൾക്ക് അറിയാം. പക്ഷേ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെക്കണം. കടങ്ങളുണ്ടോ ഉറപ്പായിട്ടും മാറണമെന്ന് പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ മലയോളം അല്ലെങ്കിൽ തിരമാലകളോളം കടങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ഉറപ്പായിട്ടും അത് വീട്ടിത്തരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു നമ്മളോട് പ്രഖ്യാപിച്ച വിശ്വാസം നമ്മോട് പറഞ്ഞ ആ ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഇനി നിങ്ങൾക്ക് രോഗമുണ്ടോ? ആ രോഗം ഉറപ്പായിട്ടും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഉറപ്പായിട്ടും അതിനെ മാറ്റിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ പ്രാർത്ഥന യക്കീനോട് കൂടി ചൊല്ലിയാൽ അത് മാറ്റിത്തരിക തന്നെ ചെയ്യുമെന്ന് ഉറപ്പോടെ اللهم اذهب البأس رب الناس واشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما എന്ന പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാകാനും നല്ല രീതിയിലാകാനും മാതാക്കൾക്ക് ആഗ്രഹമുണ്ടോ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين എന്ന് പറയുന്ന ദുആന്റെ ഖുർറത്ത് അയ്യുനും വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് നമ്മൾ കൂടുതലായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് കാവൽ വേണോ? ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ നിന്ന് മോക്ഷം വേണോ? അല്ലാഹുമ്മ ഹഫ്ളനാ യാ ഹഫീദ മിൻ കുല്ലി ആഫത്തിൻ വമുസീബത്തിൻ വഅംറാദി എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ കൂടുതൽ ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലിയാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇക്കാണുന്ന പല ആൾക്കാരുമുണ്ടല്ലോ, പ്രായം ചെന്ന ആൾക്കാർ, നല്ല ദീനിയായിട്ട് നടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കുറെ ദുആകളൊക്കെ ചൊല്ലിയിട്ടാണ് അവരെ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളോട് എല്ലാവരോടും ഈ റമദാൻ വെച്ചിട്ടൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് പറയണം. ഇതിലേതെങ്കിലും പെൺകുട്ടികള് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക്, ഇന്ന് ഏറ്റവും കൂടുതലായി മോശപ്പെട്ട പദങ്ങളിലേക്ക് പോകുന്നത് വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അങ്ങനെ പറയാൻ ആളല്ല എങ്കിലും കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഇതേപോലെ പെൺകുട്ടിയെ കൊണ്ടുവന്നു ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ അന്തം വിട്ടുന്നറിയോ, കാണാൻ നല്ല മനോഹരിയായ ഒരു പെൺകുട്ടി ഇപ്പുറത്താകട്ടെ ഒന്നിനും പറ്റാത്ത മെലിഞ്ഞുണങ്ങിയ, ഞാൻ അങ്ങനെ ഒരു
ഇത് പറയല്ല, പിന്നെ ഒരിക്കലും ബോഡി ഷേമിങ് പറയല്ല. ഇതുമായി ഒരു മാക്സിമം ഇല്ലാത്ത ഒരു പെണ്ണ് ഇഷ്ടപ്പെടാൻ 4-5 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നുപോലും ഇല്ലാത്ത ഒരു പയ്യനാണ്. ആ പയ്യൻ മറ്റൊരു ജാതിയിൽപ്പെട്ട പയ്യനെന്ന്. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോളെ എന്താണ് നീ അവനെ പ്രണയിക്കാനുള്ള കാരണം? എന്തേ നീ ഇങ്ങനെ അവനെ കട്ടയായിട്ട് പ്രണയിക്കുന്നത്? ഒരു പെണ്ണ് 5 കാരണങ്ങളാലാണ് ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടുക. ആ 5 കാരണങ്ങൾ ഞാൻ പെൺകുട്ടിക്ക് എണ്ണിക്കൊടുത്തു. അതിലൊന്നും ഞാൻ അവനിൽ കാണുന്നില്ലല്ലോ മോളെ. എന്നിട്ടും എന്തേ നീ അവനെ പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അത് അവൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് എന്താക്കിയത്, ചാറ്റിങ് തുടങ്ങിയത്. ഏതോ ഒരു നല്ല കാസർഗോഡ് മൊഞ്ചന്റെ നല്ലൊരു ഫോട്ടോ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇത് ഇവനെന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് അവസാനം ഞാൻ മോശപ്പെട്ട ചില പിക്ചറുകൾ അവൻ അയച്ചു കൊടുത്തു. സാർ, വളരെ മോശമായ പിക്ചറായിരുന്നു അത് മൈക്കിലൂടെ പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അവൾ പറഞ്ഞു, അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു സാർ. അയച്ചു കൊടുത്തപ്പോ അവന്റെ സ്വഭാവം മാറി. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും, ഇത് ഞാൻ ആളുകളെ അറിയിക്കും, അതുകൊണ്ട് നീ ഇന്നടത്തേക്ക് വരണം, ഇന്നെ പോലെ ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി സാർ. അവസാനം ഞാൻ വീട്ടിൽ വിവരറിയിച്ചപ്പോ അവൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് ഉറപ്പുമായി. അതുകൊണ്ട് ഇനിയിപ്പോ പിന്നെ കല്യാണം കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എന്ന് ഈ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനികളോട് നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെയുള്ള ആൺകുട്ടികളൊക്കെ നല്ല ആൺകുട്ടികളാണ്. ഞാൻ ഇവരെ കുറിച്ചല്ല പറയുന്നത്. മിക്കവാറും ആൺകുട്ടികളുടെ ഒരു സൈക്കോളജി ഉണ്ട്. ഒരേ സമയം 3-4 ആൾക്കാർക്ക് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഉള്ളവരെ പറ്റിയല്ല പറഞ്ഞു കേട്ടോ. ഒരേ സമയം 3-4 ആൾക്കാരുണ്ടാവും. അതിലാരാണ് കയറി കുത്തുന്നത് പോലെ പിന്നാലെ ഇങ്ങനെ കൂടുകയാണ്. ഇത് എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ്. ഇതൊരു തരം സുവോളജിയാണ്. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ അങ്ങനെയാണ്, ആ ഒരു ലെവലിലാണ് ആണുങ്ങളെ പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ളത്. തെക്കുവയോടുകൂടി നടക്കുന്നവരുമുണ്ട്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. എന്തിനാ ഈ കാണുന്ന ഈ മുഴുവൻ ഇത്തരത്തിലുള്ള തീസം ഡിങ്കോയ്സ് ഒക്കെ വരുന്നതെന്നറിയോ? പെൺകുട്ടികളായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കണം. അതിന് വാപ്യം എന്നൊന്നും പറയാൻ പാടില്ല. ഓഫീസിലായാലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കുറെ പെൺകുട്ടികൾ കൂടെ വേണം. അതിന് പിന്നെ പഠിച്ചവനെ കുറ്റപ്പെടുത്തി, ദീനിനെ കുറ്റപ്പെടുത്തി, ഉമ്മാനിപ്പാനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉമ്മിപ്പും ചോദിക്കാൻ വേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ മനസ്സിനൊരു പടപ്പ് വരും, പാപ്പനും ഉമ്മാനും പേടി വരും, പഠിച്ചവനെ പേടി വരും. അപ്പൊ അതിനൊന്നും ഇല്ലാതാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ. ആ ഒരു മോശത്തരത്തിലേക്ക് ആൺകുട്ടികളിൽ ചിലർ പോകുമ്പോ അതിൽ കൊത്തുന്ന ഇയാം പാറ്റകളായി നമ്മൾ മാറരുത്. അതൊരു വിളക്കാണെന്ന് വിചാരിച്ച്, നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചാടും പാവം ഈയാം പാറ്റകൾ. അതിന്റെ വർണ്ണം കണ്ട്, ആ സംസാരത്തിന്റെ പൊലിമ കണ്ട്, ആ സുന്ദരമായ വചനം കണ്ട് നമ്മൾ പക്ഷെ അങ്ങോട്ട് ചിലപ്പോൾ ചാടും ഓർക്കണേ, കരിഞ്ഞില്ലാതെയായി പോകുന്ന ചാട്ടമാണത്. കേരളത്തിലെ മലബാർ പ്രദേശത്ത് നിന്ന് 3000-ലേറെ ആളുകൾ അങ്ങനെ ചാടിപ്പോയത്രേ. ആ ചാടിപ്പോയ ആളുകൾ ആരും അങ്ങനെ നിൽക്കാതെ അവർ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കാണ്. മടങ്ങുമ്പോ സ്വന്തം ഉപ്പ പറയാണ്, ഞങ്ങൾക്കാകൂല നിന്നെ ഏറ്റെടുക്കാൻ. ഉമ്മ പറയാണ്, ഞാൻ ഇങ്ങനെ മോളെ പ്രസവിച്ചിട്ടില്ലാന്ന്. അവർ കല്യാണം കഴിച്ച കുട്ടികളാളും കൂടിയാണെങ്കിൽ മക്കള് പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഉമ്മയില്ലാന്ന്. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ചാപല്യത്തിന്റെ ലോകത്തിലേക്ക് കടന്നു പോകുന്നു. എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, നിങ്ങളെല്ലാവരും ഈ ഉമ്മത്തിനെ എടുത്ത് പറക്കേണ്ടവരാണ്. ഈ പറയുന്ന റമദാനെ അഹുലംബിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുമ്പോ സുന്ദരമായി പോകാൻ നമുക്ക് പറ്റണം. ബന്ധങ്ങളെ ഒന്നിപ്പിക്കാൻ നമുക്ക് പറ്റണം. മനുഷ്യരാശിയെ ഒന്നിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഈ റമദാൻ മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാകണം. ഇവിടെ ഏതെങ്കിലും ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ, മാനസിക ആശുപത്രികൾ ഉണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ ഡ്രഗ് അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടത്തേക്കൊക്കെ ഭക്ഷണം എത്തിച്ചു ആ കുട്ടികൾക്കൊക്കെ മാറ്റം കൊടുത്തു. അതിന്റെ കൂടി ആയിരിക്കണം നമ്മൾ. ഞാൻ നിങ്ങളുടെ ഈ ക്യൂ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ ഈ സംഘടനയുണ്ടല്ലോ, ഈ സംഘടന ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് പറയുമ്പോ KMC എന്ന് പറയുന്നതിന്റെ അബ്രിവിയേഷൻ ഉണ്ടാകും, അതിന്റെ ഫുൾ ഫോം ഉണ്ടാകും. എല്ലാ ദിവസവും കിറ്റ് എത്തിക്കും. ആ കിറ്റ് നോമ്പുള്ളവർക്ക് മാത്രം എത്തിക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും അത്താഴ പട്ടിണിക്ക് കിടക്കുന്ന ആളുകളുണ്ടോ എന്ന് നോക്കുന്നു. ഒരു മുസൽമാനയിൽ വാസിയായിട്ട് എനിക്കുണ്ടാകുമ്പോ എന്റെ പട്ടിണി അവസാനിക്കുമെന്ന് ഇവിടുത്തെ ഹൈന്ദവർക്ക് മനസ്സിലാകണം, ഇവിടുത്തെ ക്രിസ്ത്യൻ ജനതയ്ക്ക് മനസ്സിലാകണം. അതുകൊണ്ട് മാനവരാശിക്ക് ഒരുപോലെ വിശപ്പുണ്ട്. ഒരു മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് സക്കാത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചോളൂ. പട്ടിണി കിടക്കുന്നതിന്റെ വീട്ടിലെത്തിക്കലും ഇതിന്റെ ഭാഗമാണ്. ഈ KCM അതിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ ചെയ്തതാണ്. അത് ഇനിയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള മഹല്ലുണ്ട്, കുറുമ്പത്തൂർ മഹല്ല്. ഞാൻ ഇവിടുന്ന് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിന്റെ
പള്ളിപ്പണി നടക്കുമ്പോ 3.5 കോടിയുടെ പള്ളിയാണ്. ഞാൻ എന്റെ പ്രസിഡന്റായ ആളോട് ചോദിച്ചു, ഞാനും തരട്ടെ എന്തെങ്കിലും, ഞാൻ ഇപ്പുറത്തെ മഹലിലെ ആളാണ്, അതുകൊണ്ട് എന്നോട് പറഞ്ഞല്ല നിങ്ങളടുത്തുനിന്ന് മാത്രം വാങ്ങിയാൽ, എന്നോട് ഭയങ്കര പരിചിതമായ നല്ല മനുഷ്യനാണ്, നിങ്ങളടുത്തുനിന്ന് മാത്രം വാങ്ങിയാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇത് തരുന്നുണ്ട്, ഞങ്ങളെ മഹല്ലേര് മാത്രം എടുത്തിട്ടുള്ള പള്ളിയാണത്, ഞങ്ങളുടെ മഹല്ലേര് മാത്രം. അങ്ങനെ ഇത് നടക്കുക. ഉടനെ തന്നെ മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ, അത് ഞങ്ങൾ സ്ത്രീകളില്ലേ എന്ന്, ഞങ്ങളെ സ്ത്രീകളുണ്ടല്ല ഇവിടെ എന്നാണ് ആ പറഞ്ഞത്. നമ്മൾ അന്വാർത്ഥത്തിൽ കണ്ടതെന്താണെന്നറിയോ, ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കവേ ഉദ്ഘാടനത്തിന് നാളെ അദ്ദേഹം വരാൻ വേണ്ടി പോവാൻ ഇന്ന് പെണ്ണുങ്ങളെ കാണിക്കുന്ന പള്ളി, ആ പള്ളിയുടെ പണി മൊത്തത്തിൽ അവർ നടന്ന് കാണുമ്പോ പാവം ഓരോ സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ഓരോ തൂണിൽ തൊടുന്നുണ്ടായിരുന്നു. ഓരോ ഇതും എന്റെ പ്രിയപ്പെട്ടവരെ പറയാനും, അഥവാ ഒരു ചുമരിലും തൊട്ട് കരയുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ഈ ചുമരിൽ എവിടെയോ എന്റെ ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന ഭിത്തിയിൽ എവിടെയോ എന്റെ മൂതരമുണ്ട്, ഈ കാണുന്ന പള്ളിയുടെ കല്ലുകൾ എവിടെയോ എന്റെ ഒരു നെക്ലസ് ഉണ്ട് എന്ന് ഓരോ സ്ത്രീയും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. ആ പള്ളിയിലാണ് നാളെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കാനുള്ളത്, നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കാനുള്ളത്. ആ പള്ളിയിൽ നിന്നിട്ടാണ് ഈ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാനുള്ളത്. ആ സമയത്ത് നിങ്ങൾ കൊടുത്തതിന്റെ ആ ഒരു അവസ്ഥ അന്നും ഇവിടെ ഉണ്ടാകും. ഇത് ഇങ്ങനെ നൽകിയ പെണ്ണാണ് എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ഓർഗനൈസേഷന്റെ കൂടെ നിങ്ങളും ഉണ്ടാകുക, ഈ റമളാൻ സാർത്ഥകമാക്കുക, മനുഷ്യരോടുള്ള ബന്ധം പൂർത്തിയാക്കുക, അള്ളാഹുവോടുള്ള ബന്ധം പൂർത്തിയാക്കുക, സാമ്പത്തികപരമായ കാര്യങ്ങൾ തീർക്കുക, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുക, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിക്കുക. അതോടൊപ്പം ഈ മാസം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ, തഹജ്ജുദ് തുടങ്ങാത്തവർക്ക് തുടങ്ങാനുള്ള മാസം കൂടിയാണ്. തഹജ്ജുദ് ഭയങ്കര ഈസിയായ മാസമാണ്. ഏതായാലും അത്താഴത്തിന് നീക്കണം. അത്താഴത്തിന് ബാങ്ക് കൊടുത്തിട്ടല്ലോ എണീക്കല്, ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കുക. അരമണിക്കൂറിൽ 1 മണിക്കൂർ എന്നാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല, നടക്കുന്നത് പറയാം. അരമണിക്കൂറെങ്കിലും ഉന്നസ്കരിച്ച് പാവം സ്ത്രീകൾ അവൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ള ഇറ്റിങ്ങൾക്കും പാവതൊക്കെ ഉണ്ട് കേട്ടോ, അവർ കുറച്ച് നേരത്തെ എണീക്കും. ആ അരമണിക്കൂറിന്റെ ഉള്ളിൽ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കും. തുടങ്ങാത്തവര് തുടങ്ങുക, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. റമളാനിലെ തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കുക, അത് വലിയ ക്രൂരതയാണ്. ആ സമയത്ത് എണീറ്റിട്ട് പോലും 2 റക്അത്ത് നിസ്കരിക്കാതെ നേരെ കണ്ണും തിരുമ്പി പ്രശ്നം ചെയ്ത് നേരെ പോയിട്ടാണ്ട് ഇരിക്കാണ് തിന്നാൻ. തിന്നു കഴിയുമ്പോഴേക്കും അല്പം ബാങ്കും കൊടുത്തിട്ടുണ്ടാവും. 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. കാരണം ഈ ഖുർആനിൽ ഇതുവരേക്കും പറഞ്ഞ ഖുർആനിൽ ഒരു നിസ്കാരത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ ളുഹാ സമയം എന്നാണ് അർത്ഥം, ളുഹാ നിസ്കാരം എന്നല്ല. വൽ അസ്ർ, അസ്ർ നിസ്കാരമല്ല, അതിന്റെ അർത്ഥം കാലം തന്നെയാണ്, സത്യമെന്നാണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല, നിങ്ങൾ ഇന്ന സമയത്ത് നിസ്കരിക്കണം എന്നിങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാതെ പേരെടുത്ത് പറഞ്ഞ ഒരൊറ്റ നിസ്കാരമുണ്ട് ഖുർആനിൽ. ശേഷം എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് എന്ന വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചു. ഉന്നതമായ ഒരു മഖാമിലേക്ക്, വലിയ ഒരു സ്ഥാനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ നിയോഗിച്ചേക്കാം. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു. തഹജ്ജുദിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ആയത്താണ്. അതുകൊണ്ട് നിസ്കരിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്ക് മുഴുവൻ ഉന്നതമായ ഒരു സ്ഥാനം അല്ലാഹു നൽകുമെന്ന കാര്യം. അതുകൊണ്ട് ആരും അത് മറക്കാതിരിക്കുക, ഓരോ നിസ്കാരവും ഒഴിവാക്കാതിരിക്കുക, പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജോലി ചെയ്യുമ്പോഴെല്ലാം അത് നീയത്ത് വെക്കുക. അടുക്കള ജോലിക്കും പ്രതിഫലമുണ്ട്, പുറത്ത് ആണുങ്ങളെ പെണ്ണുങ്ങളുടെ ജോലിക്കൊക്കെയും പ്രതിഫലമുണ്ട്. അതെല്ലാം നീയത്ത് വെക്കുക. അത് മനോഹരമായി നമ്മുടെ ഈ കാണുന്ന സായം ഗുണം പോലെ റമളാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇങ്ങനെ റമളാനിൽ ഓരോന്നായി ചെയ്തു സുന്ദരമായ റമളാനാക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അർത്ഥത്തിലും എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാവരും. ഈ പറയുന്ന രീതിയിൽ വിശ്വാസങ്ങളുടെ സ്നേഹവും ഇതേപോലെ നല്ല രീതിയിൽ സക്കാത്ത് കൊടുക്കലും ഖുർആൻ പഠിക്കലും ഇതേപോലെ ഇബാദത്തിൽ ശ്രദ്ധിക്കലും പ്രത്യേകിച്ച് തഹജ്ജുദ് തുടങ്ങലും ആളുകളോടുള്ള ബന്ധങ്ങൾ ശരിയാക്കലും ഈ കാണുന്ന KMC പോലെയുള്ള ഓർഗനൈസേഷന് സാമ്പത്തികപരമായ സഹായങ്ങൾ നൽകലും അങ്ങനെ വൃത്തിയുള്ള സുന്ദരമായ ഒരു ലോകമാക്കി ഈ ലോകത്തിനെ അഥവാ ഈ ലോകത്തിനെ തീർക്കാൻ ഈ റമളാനെ ഹേതുകമാക്കുന്ന ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടൊന്ന് കൈപൊക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാം. ഇതിനെ തയ്യാറാക്കുക, ഇതിന് എല്ലാ സാഹചര്യവും നൽകി
الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين اللهم اهدنا واهد الناس جميعا اللهم يسر عسيرنا وسهل أمورنا مع الراحة في قلوبنا وأبداننا يا أرحم الراحمين اللهم احفظنا يا حفيظ من كل آفة ومصيبة وأمراض يا أرحم الراحمين اللهم أذهب البأس رب الناس واشف أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما اللهم إنا نعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم حسن مرادنا واشف أمراضنا واقض حاجاتنا واغفر ذنوبنا يا غافر المذنبين ربنا رب ارحمهما كما ربونا صغارا اللهم اغفر لهم وارحمهم وعف عنهم يا أرحم الراحمين اللهم بارك لنا في هذا الشهر رمضان اللهم بارك لنا في هذا رمضان اللهم بارك لنا في هذا شعبان اللهم بارك لنا في هذا الرجب والشعبان اللهم بارك لنا في بركة رضوان اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير اللهم بارك في هذا رمضان يا أرحم الراحمين اللهم أنت ربنا وأنت ولينا في الدنيا والآخرة عليك توكلنا وإليك أنبنا وإليك المصير حسبي الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഈ ഉള്ളവനും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റമദാൻ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണേ ഒരു പക്ഷേ ഈ കാണുന്ന നമ്മളെല്ലാവരും സ്വന്തം സംസാരിക്കുന്ന ഞാനാകാം നിങ്ങളാകാം ഒരു പക്ഷേ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കണമെന്നില്ല ഇതിൽ ആരെങ്കിലും ഒരു പക്ഷേ ഞാൻ പേടിപ്പിക്കല്ല കേട്ടോ ചിലപ്പോൾ ഈ റമദാനിൽ പോയെന്നിരിക്കാം അതുകൊണ്ട് അത് നമ്മളാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് സ്വന്തം ചിന്തിച്ചുകൊണ്ട് പോവുക നമ്മുടെ ലാസ്റ്റ് റമദാനെന്ന് മനസ്സിലാക്കിയിട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് റമദാനുകൾ കുറച്ച് നമുക്ക് തരട്ടെ പക്ഷെ നമ്മുടെ ചിന്ത അങ്ങനെ ആയിരിക്കണം സുന്ദരമായി നമ്മൾ ഇൻഷാ അല്ലാഹ് റമദാനെ കാണുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എപ്പോഴും നിങ്ങൾ TMCയുടെ കൂട്ടത്തിൽ ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും പൂർവ്വം നമ്മളൊരുക്കുന്ന പ്രോഗ്രാമുകൾ അവ ചെറുതോ വലുതോ ഏതുമാവട്ടെ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുവാൻ ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണത്രേ.